സൂര്യ ഡിജി ഓഡിയോസ് അവതരിപ്പിക്കുന്നു കലാഭവൻ മണിയുടെ ഏറ്റവും പുതിയ കാസറ്റ് മണിയെ മണി ഒന്നായി. സംവിധാനം കോട്ടയം വില്യംസ്. പ്രിയപ്പെട്ട ദൈവവിശ്വാസികളെ, നിവാസികളെ, അന്ധവിശ്വാസികളെ, അന്തേവാസികളെ, ഈ തരിശു ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ഈ കുരിശുപള്ളിയുടെ അലൂമിനിയം ജൂബിലി തിരുനാളോടനുബന്ധിച്ച് ഇന്ന് കൃത്യം 6:30 നടക്കുന്നു തോന്നണില്ല. എന്നാൽ കൃത്യം 7, 7:30 പള്ളിമുക്ക് വഴി, പള്ളിക്കവല വഴി, പള്ളുരുത്ത് വഴി, ഇടപ്പള്ളിയിലൂടെ ഇടവഴി കയറി ബൈലോ പള്ളിയിലൂടെ വഴി നിന്ന് വെയിലും കൊണ്ട് വീണ്ടും വഴി അറിയാതെ അവിടെ കിടന്ന് 1.5 മണിക്കൂർ ചുറ്റിത്തിരിഞ്ഞ് 9 മുമ്പ് അമ്പെഴുന്നുള്ള ഇമ്പമാർന്ന താളമേളങ്ങളോടെ കോളിളക്കം സൃഷ്ടിച്ച് പള്ളിയങ്കണത്തിൽ എത്തിച്ചേരുമെന്നും എത്തിയാൽ ഉടൻ തന്നെ വെടിവെച്ചാൻ കോവിലുള്ള വെടിക്കെട്ടുകാരൻ പൊട്ടക്കണ്ണാൻ കുട്ടപ്പായുടെ നേതൃത്വത്തിലുള്ള പൊട്ടാത്തപടക്കം ഈ ടാവട്ടത്തിലിട്ട് കൂട്ടിയിട്ട് പൊട്ടിച്ച് നാട്ടുകാരെ വിരട്ടുന്ന കൂട്ടുവെടിക്കെട്ടുമുണ്ടായിരിക്കുന്നതാണ്. തുടങ്ങുമ്പോൾ ഒന്ന് ചീറ്റിപ്പോയി, സോറി. പ്രിയപ്പെട്ടവരെ, കൂട്ടവെടിക്കെട്ടിന് ശേഷം പരിസരവാസികൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ കലാപഭൂമിയിൽ കലാകാരനായ കലാഭവമണിയിൽ സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗ പരിപാടി ഉണ്ടായിരിക്കുമെന്ന് നോട്ടീസിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധവും പരിപാവനവുമായ ഈ പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ദൈവവിശ്വാസികൾക്കും യുക്തിവാദി സംഘടനയുടെ തിരുനാൾ ആശംസകൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കട്ടെ. വന്നല്ലോ വന്നല്ലോ മധുവാലു വന്നല്ലോ, വെള്ള വസ്ത്രങ്ങൾക്ക് ശോഭ കൂട്ടാൻ. വെള്ള വസ്ത്രങ്ങളും ഉള്ള വസ്ത്രങ്ങളും മധുവാലു വന്ന തിളങ്ങുമല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ മധുവാൽ? കൊള്ളാം. അഴുക്കിന്റെ മിത്രം, തുണിക്കൊത്ത ശത്രു, ഏതു വസ്ത്രങ്ങളും അലക്കി നശിപ്പിക്കാൻ അലക്കുകാരൻ മധുപാൽ. അതെ, ഇത് വഴിതെറ്റിയാടുന്ന പ്രതീക്ഷണം ഒടുവിൽ തപ്പിത്തറഞ്ഞ് 5 മണിക്കൂർ ലേറ്റായി പള്ളിയങ്കണത്തിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, അച്ചോ അച്ചോ, എന്താ കുഞ്ഞാടെ നീ വലിച്ചു കീറണത്? അച്ചോ, നമ്മുടെ സിമത്തിയുടെ പുറകിലെ കപ്പത്തോട്ടത്തിൽ ആരോ ചാരായം മാറ്റി വെക്കണ്ട്. പിതാവേ, ഞാൻ എന്താ ഈ കേൾക്കണത്? നമ്മുടെ ആൾക്കാരോട് അങ്ങോട്ട് പോവല്ലെന്ന് പറയാച്ചോ. പ്രിയ കുഞ്ഞാടുകളെ, ഒരു അറിയിപ്പുണ്ട്. നമ്മുടെ ഇടവകയുടെ കിഴക്കേ കപ്പത്തോട്ടത്തിൽ ആരൊക്കെയോ വാറ്റുചാരായം വാറ്റി വിൽക്കുന്നുണ്ട്. ആരും അങ്ങോട്ട് പോകരുത്. അച്ഛൻ എന്നാ പരിപാടിയെ കാണിച്ചോ? ഞാൻ എന്ത് കാണിച്ചു? വാറ്റിച്ചാരം വിൽക്കുന്ന സ്ഥലം ആൾക്കാർ തേടി നടക്കുക. അച്ഛൻ പരസ്യം ചെയ്തിൽ നന്ദിയുണ്ട് കേട്ടോ. കപ്പ്യാരെ, ഏതോ വാറ്റുകാരൻ നമുക്കിട്ട് പണിതല്ലോ കപ്പ്യാരെ. പ്രൈസ് ദി ലോർഡ്. എപ്പ ലോഡായെന്ന് ചോദിച്ചാ മതി കേട്ടോ. പ്രിയ കുഞ്ഞാടുകളെ, ബാൻഡ് വേണം, വായിക്കരുത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതെന്ത് പണ്ടാരമാണ്? നിർത്താനാണ് പറഞ്ഞത്. കപ്പ്യാരെ, ഒരു ചാട്ടെടുത്ത് ബാൻഡ് വായിക്കുന്ന സാത്താമാരെ അടിച്ച് പുറത്താക്കുക. പ്രിയ കുഞ്ഞാടുകളെ, ഈ പെരുന്നാൾ തീരുന്നത് വരെ കുർബാനയോ കുമ്പസാരമോ ഉണ്ടായിരിക്കുന്നതല്ല. കപ്പ്യാരെ, എന്താച്ചോ? കലാഭവൻ ബെല്ല് വന്നോ? ബെല്ലോ? അതെ, മണി. കലാ ഹൗസ് ബെല്ല് എപ്പോഴാ വരുന്നത്? ഓ, കലാഭവൻ മണി. അതെ. 7 o'clock വരുമച്ചോ? ഓ, 7 മണിക്ക് വരുമല്ലേ? കപ്പ്യാരെ, മണി വന്നെന്ന് തോന്നുന്നു. അത് മണിയല്ലോ, ആംബുലൻസാ. ആംബുലൻസോ? കർത്താവെ, ശ്രുതി മീട്ടാൻ പോയവർ നമ്മളെ വിട്ടു പോയോ? കപ്പ്യാരെ, കൂട്ടമണി അടിച്ചോളൂ. അച്ഛോ, മണി അടിക്കരുത്. ഞാൻ എത്തി. കലാഭവൻ മണി. മണി, നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ ആംബുലൻസിലാണോ പരിപാടിക്ക് വന്നത്? എന്റെ പൊന്നച്ചോ. ഞാൻ പൊന്നച്ചനല്ല, പള്ളിയിലെ കൊച്ചച്ഛനാണ്. എന്റെ കൊച്ചിന്റെ അച്ഛോ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നേ. വരാൻ ഒരു മാർഗമില്ല. അവസാനം ഞാനൊരു മാർഗം കണ്ടെത്തി. ആ പടത്തിൽ ഞാനൊരു ആംബുലൻസ് ഓടിച്ചിട്ട് വരുന്ന സീനുണ്ട്. ഡയറക്ടർ ആക്ഷൻ പറഞ്ഞപ്പോ ആ വണ്ടി കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ തന്നെ കട്ടു പറഞ്ഞു വണ്ടി നിർത്തി. മണി, നീ ആംബുലൻസിൽ വന്നോ? നന്നായി. ഇല്ലെങ്കിൽ സ്നേഹനിധികളായ നാട്ടുകാർ എന്നെ ആംബുലൻസിലാക്കി ആശുപത്രിയിൽ വിട്ടേനെ. ഏതായാലും ഞാൻ കൃത്യസമയത്ത് എത്തിയില്ലേ. മണി, നീ എത്ര വലിയവൻ. എന്നാലും നീ എന്റെ മുന്നിൽ എത്ര ചെറിയവൻ. അച്ചോ, മണി 10 കർത്താവെ, ആപത്തായി. മണി, പരിപാടി തുടങ്ങൂ. കർത്താവെ, എന്താണ് കാണുന്നത്? മണി ഓഡിയൻസ് ഇളകിയിരിക്കുകയാണ്. മണി, അവര് കല്ലെടുക്കുമ്പോ നീ അവരെ കയ്യിലെടുക്കൂ. നീ ഒരു നാടൻ സോങ് മോങ്ങു മണി. കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയെ കൈ നോക്കി
പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയേ കൈ നോക്കി കാര്യം ചൊല്ലാമോ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ കടലേടും താണ്ടി തഴുകി നീ വന്നപ്പോൾ പുതുമാരനെ നീയും കണ്ടോ കിളിയേ കടലേടും താണ്ടി തഴുകി നീ വന്നപ്പോൾ പുതുമാരനെ നീയും കണ്ടോ കിളിയേ പുതുമാരൻ വന്നില്ല അരിമുല്ല പൂത്തില്ല പുതുമാരൻ വന്നില്ല അരിമുല്ല പൂത്തില്ല കല്യാണം ചൊല്ലടി പൈങ്കിളിയേ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയേ കൈ നോക്കി കാര്യം ചൊല്ലാമോ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ ആഴിയിൽ മുക്കൂവൻ മുത്തീന് പോകുമ്പോൾ അറിവിക്കഥ ചൊല്ലാൻ നീ വരുമോ കിളിയേ ആഴിയിൽ മുക്കൂവൻ മുത്തീന് പോകുമ്പോൾ അറിവിക്കഥ ചൊല്ലാൻ നീ വരുമോ കിളിയേ മാനം കാറുത്താലോ മഴയൊന്നു വന്നാലോ മാനം കാറുത്താലോ മഴയൊന്നു വന്നാലോ കുടയൊന്നു നീട്ടടി പൈങ്കിളിയേ എൻ പൈങ്കിളിയേ കുടയൊന്നു നീട്ടടി പൈങ്കിളിയേ കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയേ കൈ നോക്കി കാര്യം ചൊല്ലാമോ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയേ കൈ നോക്കി കാര്യം ചൊല്ലാമോ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ പ്രിയപ്പെട്ട കലാശ്രീകളെ കഥാപ്രസംഗ രംഗത്ത് എവറസ്റ്റ് കൊടുമുടി കയറിയ ഒരു റെസ്റ്റുമില്ലാതെ ബെസ്റ്റായി കഥ പറയുന്ന രണ്ട് അഡ്ജസ്റ്റ്മെന്റ് കാതികന്മാരെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് സഹോദരന്മാരായ കോതമംഗലം സുധാനന്ദനും സദാനന്ദനും നമസ്കാരം. ജനപടകമിത ജനപടകമിത അലമാലകൾ ഇളകും പോലെ ഇതാ ജനപടകമിത ജനപടകമിത അലമാലകൾ ഇളകും പോലെ ഇതാ ജനരീതികളിൽ ചേർന്നുയരുകയാണ് അലമാലകൾ ഇളകും പോലെ ഇതാ ജനരീതികളിൽ ചേർന്നുയരുകയാണ് അലമാലകൾ ഇളകും പോലെ ഇതാ ജനപടകം 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 പടകം 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 പടക്കം. അയ്യാ മുണ്ടിന്റെ ഉള്ളിട്ടാടാ കൊണ്ടുപൊട്ടിക്കണത് കമ്പറ്റി. നമുക്ക് കഥ തുടങ്ങാം. സമ്പൂജ്യരായ ഗുരുജനങ്ങളെ, നാടൻ പാട്ടും മാടൻ പാട്ടും മണിയെ പോലെ മോട്ടിച്ചു പാടുന്നവരാരുണ്ട്? ആരുണ്ട്? മണിയെ പോലെ ഹൈപ്പിച്ചിൽ പിച്ചിപ്പയും പറയുന്നവരാരുണ്ട്? ആരുണ്ട്? പോട്ടെ മാന്യമായിട്ട് ബോധം കെടുന്നവരാരുണ്ട്? ആരുണ്ട്? സത്യത്തിൽ മണിയെ പോറ്റി പറഞ്ഞ ഞങ്ങളെ പെറ്റതള്ള പൊറുക്കൂല. മണിയെ എന്തോ സൂക്ഷിക്കണം. വിലക്ക് വിലക്ക് സിനിമ വിലക്ക്. നിങ്ങൾക്കറിയോ എന്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനായിരുന്നു. ഇതൊക്കെ ഒരുപാട് കേട്ടതാണേ. എന്നാൽ എന്റെ അച്ഛനൊരു കോടീശ്വരനായിരുന്നു. എന്തേ സമാധാനായില്ലേ? എഡിറ്റ് പോടാ, ജാപം കിട്ടിയ ഓഡിയൻസ്. പ്രിയമുള്ളവരെ, ഇന്നലെ കഥാപ്രസംഗം 36-ലായിരുന്നു. 36 അതെ, മൂന്നാർ 10 മണിക്ക് തുടങ്ങിയ കഥ 11 മണിക്കാണ് തുടങ്ങിയത്. തീരാറായപ്പോ ഒന്നായി. ഒരാൾ മാത്രമായി. ഒരാവിടെ ജാപം കിട്ടാൻ നടക്കണ്. അനവധി നിരവധി വേദികളിൽ ഞങ്ങൾ കഥ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു കഥ പോലും പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. സത്യം. ചില സ്ഥലത്ത് ഞങ്ങൾ കഥ പറഞ്ഞാൽ കഥ കേട്ടിരിക്കുന്ന ജനം എഴുന്നേറ്റ് പോകും. ചില സ്ഥലത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഫ്യൂസ് ഊരിക്കൊണ്ടു പോകും. ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല, ഇല്ല ഓക്കെ ആണെന്ന് വിചാരിക്കുക. ഞങ്ങൾ കഥ മറന്നു പോകും. പക്ഷേ ഇവിടെ ഞങ്ങൾ കഥ പറഞ്ഞിട്ടേ പോകും. അതുകൊണ്ട് ആരും കഥ കേൾക്കാതെ പോകരുത്. പ്രിയമുള്ളവരെ, പഴയ കഥ പൊടുതട്ടി പേര് മാറ്റി ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ കഥയാണ് എന്റെ ഏറ്റവും പുതിയ കേസറ്റിന്റെ പേരാണ് മണിയേ മണി ഒന്നായി. അയ്യെന്നാ തുനയോർക്കുമ്പോ ഞാമല്ല പാഷാണം തിന്നു ജാകും ദയ്യന്താര. അയ്യെന്നാ
തുനയോർക്കുമ്പോ ഞാൻ വല്ല പാഷണം തിന്നു ജാഗന്തയെന്താര അക്കരെ നിന്നൊരു മൂന്നാനും വന്ന് ഇക്കരെ വന്നെന്റെ അച്ഛനെ കണ്ട് ഉണ്ടായ സ്വത്തുക്കളൊക്കെയും വിറ്റ് കല്യാണവും കഴിച്ചത് എന്താര നല്ല തറവാടി എന്നും പറഞ്ഞ് നല്ലൊരു കല്യാണക്കാരും ഉണ്ടാക്കി ഉണ്ടായതൊക്കെയും വിറ്റിട്ട് എന്റെ കല്യാണവും കഴിച്ചത് എന്താര അയ്യെന്നാ തുനയോർക്കുമ്പോ ഞാൻ വല്ല പാഷണം തിന്നു ജാഗന്തയെന്താര പൊളയിൽ ജോലിയുണ്ട് മാസം വരുമാനം ഉണ്ട് എന്നും പറഞ്ഞെന്റെ അച്ഛനെ പറ്റിച്ച് എന്നെ തരത്തിലാക്കിയത് എന്താര ഞാൻ എന്റെ വീട്ടിൽ വിരുന്ന് കഴിഞ്ഞ് ഞാൻ എന്റെ കെട്ടന്റെ വീട്ടിൽ ചെന്നപ്പോ അയലത്തുകാർ പറയുന്നത് കേട്ട ഞാൻ പാഷാണം തിന്നു ജാകുന്ന എന്താര അയ്യെന്നാ തുനയോർക്കുമ്പോ ഞാൻ വല്ല പാഷാണം തിന്നു ജാകുന്ന എന്താര രാത്രിയിൽ തേങ്ങക്കളവ് പകലുള്ള നേരത്തിൽ ചീട്ടുകളിയും ഒന്നിക്ക് മൂക്കറ്റങ്കള്ളു കുട്ടിച്ചെന്റെ മെക്കെട്ട് കയറും പൊന്നെ തയ്യാറ അമ്മായി അമ്മയുടെ കാര്യം പറഞ്ഞാൽ ഏറെ പറവിണ്ട് നിങ്ങത് കേൾക്ക് അത്തരമുണ്ടുന്ന നേരത്ത് പെണ്ണ് ചൂലും കെട്ടുമെടുക്കും തയ്യാറ അയ്യെന്നാ തുനയോർക്കുമ്പോ ഞാൻ വല്ല പാഷാണം തിന്നു ജാകും തയ്യാറ പണി ജോലിയില്ലാതെ വന്ന് വീട്ടിൽ നിറങ്ങിട്ട് നാട്ടിൽ നിന്നും പോയി എലിഞ്ഞപ്പറ പോയി എന്നൂടെ കെട്ടിയൻ സുത്രാണവും ചെയ്തത് എന്താര പണ്ടങ്ങൾ പൊക്കോട്ടെ സ്വത്തുക്കൾ പൊക്കോട്ടെ കെട്ടിയോനും പൊക്കോട്ടെ കുട്ടിയോളും പൊക്കോട്ടെ ഞാനിനി പോകുന്നില്ലാത്ത എന്താര അയ്യെന്നാ തുനയോർക്കുമ്പോ ഞാൻ വല്ല പാഷാണം തിന്നു ജാകുന്ന എന്താര അക്കരെ നിന്നൊരു മൂന്നാനും വന്ന് ഇക്കരെ വന്നെന്റെ അച്ഛനെ കണ്ട് ഉണ്ടായ സ്വത്തുക്കളൊക്കെയും വിറ്റ് കല്യാണവും കഴിച്ചത് എന്താര അയ്യെന്നാ തുനയോർക്കുമ്പോ ഞാൻ വല്ല പാഷാണം തിന്നു ജാകുന്ന എന്താര അയ്യെന്നാ തുനയോർക്കുമ്പോ ഞാൻ വല്ല പാഷാണം തിന്നു ജാകുന്ന എന്താര പ്രിയമുള്ളവരെ, ഈ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല. അതെ, നിങ്ങൾ എങ്ങോട്ട് പോണു? എന്റെ പൊന്നനിയന്മാരെ പോകരുത്. കഥ നടക്കുന്നത് ഇവിടെയാണ്, ഈ സ്റ്റേജിലാണ്. നോക്കൂ, കാണുന്നില്ലേ? അതാണ് കേരളത്തിന്റെ അയൽരാജ്യമായ കൊറിയ. കൊറിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു നോവലോ മെഗാ സീരിയലോ അല്ല, പിന്നെയോ ടോൾ സ്റ്റോറിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ആ കവർ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കാം. അമ്പരചുംബികളായ സുന്ദരിമാർ സൗന്ദര്യം ഒരു ശാപമായതുകൊണ്ട് ഹീലുള്ള ചെരുപ്പമിട്ട് തൊങ്കിത്തൊട്ട് നടക്കുന്നു. അവരെ തട്ടിമുട്ടി നടക്കുന്ന ഒരു പൂവാലൻ ആരാണ്? അത് മറ്റാരുമല്ല, കൊറിയയിലെ കൊറിയ മനുഷ്യൻ കറിയ. നിങ്ങൾക്കറിയോ, കൊറിയക്കാരൻ കറിയക്കാകെയുള്ളത് ഒരു ചെറിയ മുറിയ. ആ മുറിയിൽ കറിയക്ക് കൂട്ടുള്ളത് ഭാര്യ വിക്ടോറിയ. അയാളുടെ മകൾ മറിയ. അത് നിങ്ങൾക്കും അറിയാം. മറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കൊറിയ പഞ്ചായത്തിലെ വിദ്യാസമ്പന്നയാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചില്ലെങ്കിലും കയ്യിൽ 10 വിരലുള്ളത് കൊണ്ട് 10 വരെ അവൾ എണ്ണാൻ പഠിച്ചു. അതിന്റെ അഹങ്കാരം അവളുടെ സ്വഭാവത്തിലില്ലെങ്കിലും അവളുടെ കണ്ണുകളിൽ കാണാം. ഒരു കണ്ണ് തെക്കോട്ടും ഒരു കണ്ണ് വടക്കോട്ടും. ദൈവം വാരിക്കോരി സൗന്ദര്യം കൊടുത്തു. അതുകൊണ്ട് അവൾ എപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഈശ്വര, എനിക്ക് എന്തിനിത്ര ഗ്ലാമർ തന്നു? സത്യത്തിൽ അവൾ സുന്ദരിയാണ്, പി സുശീലയാണ്, എസ് ജാനകിയാണ്, കെ എസ് ചിത്രയാണ്, ദലീമയാണ്, മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണ്. പച്ച പരിഷ്കാരിയായ മറിയ പച്ചവസ്ത്രം ഉടുക്കും, പച്ച കമ്മലിടും, പച്ച പൊട്ടു തൊട്ടും, പച്ചക്കറി തിന്നും, പാതർന്ന പച്ചത്തെറി പറയും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പച്ചപ്പാവം. സത്യത്തിൽ അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനപടകമിത ജനപടകമിത അലമാലകളുടകം പോലെ ഇതാ ജനപടകമിത ജനപടകമിത. ഈ ഒരു പാട്ടേ ഉള്ളോടാ. സ്റ്റോറി പാട്ട് മാറിപ്പോയി. കവി അവളെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞത്. എഴുതാൻ വഴുകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നാഴിക നീ. കൊറിയയുടെ ഭൂപടം നോക്കിയാൽ ഏത് ചെറിയ കുട്ടിക്കും അറിയാം. വടക്ക് ബേക്കറിയ, തെക്ക് നേഴ്സറിയ, പടിഞ്ഞാറ് മോർച്ചറിയ, കിഴക്ക് വെറ്റിനറിയ. എല്ലാം കൊണ്ട് നിങ്ങൾക്കറിയാം. കൊറിയയിലെ പ്രധാന കൃഷി മൾബെറിയ. പകരുന്ന രോഗം മലേറിയ. തീർന്നില്ല, കൊറിയയുടെ മാപ്പിൽ ടെലസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കാണാത്ത സ്കോപ്പുമില്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ഇനിയുമുണ്ട്. ദേ കിടക്കുന്നു മഞ്ഞയും ചൂപ്പും പിടിച്ച ഒരു STD ബൂത്ത്. ചില നേരത്തെ മിൽമ ബൂത്ത്. ഇലക്ഷൻ വന്നാൽ അതൊരു പോളിംഗ് ബൂത്ത്. ആ ബൂത്തിന് തൊട്ടടുത്താണ് മിച്ചം വന്ന അറശരി എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി മാത്രം പണിത കറിയ സർക്കാരിന്റെ മോഡേൺ സ്കൂൾ. തീർന്നില്ല, കാളവണ്ടി പോലും കണ്ടിട്ടില്ലാത്തവരെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം സ്ഥാപിച്ച ഒരു ഡ്രൈവിംഗ് സ്കൂളും ഷോപ്പുകളും രോഗികൾ തന്നെ സ്വയം പരിശോധിച്ച് മരുന്നെടുത്ത് കുടിക്കുന്ന ഡോക്ടറില്ലാത്ത ആസ്പത്രികളും ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷി ചെയ്ത് പട്ടിണി കിടന്ന് മരിക്കുന്ന കർഷകരും അവർക്ക് വേണ്ടി മുട്ടിന് ശവപ്പെട്ടിക്കടയും വെട്ടിക്കട പോലെ 3-4 തിയേറ്ററും പുട്ടും മുട്ടയും മാത്രം കിട്ടുന്നത് തട്ടുകടയും. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായ ഒരു ആ ഗ്രാമത്തെ കുറിച്ച് മഹാകവി ഇങ്ങനെ പാടി, ജനപടകമിത ജനപടകമിത അലമാലകളിളകും പോലെ ഇതാ ജനപടകമിത. പ്രിയമുള്ളവരെ,
ആ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഗ്രാമത്തിൽ മലകൾ, പുഴകൾ, പൂവനങ്ങൾ, എല്ലാം ഭൂമി കിട്ടിയ സ്ഥിരങ്ങൾ. നിങ്ങൾക്കറിയോ സന്ധ്യകൾ, മന്ദാര, ചാമര വീശുന്ന ശുദ്ധള ശീതള പാനീയങ്ങൾ, ആലുവ മണപ്പുറങ്ങൾ. അത് ഈ ഗ്രാമത്തിലാണ് മനുഷ്യൻ ആദ്യമായി മതങ്ങൾ സൃഷ്ടിച്ചത്. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അറിയാതെ മനുഷ്യന് മതങ്ങൾ, ദൈവങ്ങൾ കൂടി ഏക്കർ കണക്കിന് ഭൂമി പങ്കുവെച്ചു. മനസ്സ് പങ്കുവെച്ചു. സുഹൃത്തുക്കളെ, ഈ ഗ്രാമത്തിൽ ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഇസ്ലാമല്ല, ഇന്ദ്രനും TV ചന്ദ്രനുമല്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ട് ആ ഗ്രാമത്തിൽ ആരോരും അറിയാതെ ഒരു കാറ്റടിച്ചു. കൊടും കാറ്റടിച്ചു. കായലിലെ വിളക്ക് മരം എടുത്തടിച്ചു. तुमको छोड़ी टका ले लिया करम कुलमी चुड़न्नगा चूड़ी टका तुमको छोड़ी टका ले लिया करम कुलमी चुड़न्नगा. ഇനി ഇതിന്റെ ഒറിജിനൽ കേൾപ്പിച്ചു തരാം. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു. ഒറിജിനൽ ഏറ്റില്ല. പ്രിയമുള്ളവരെ, കിഴക്ക് സൂര്യൻ മുൾസൈ പോലെ ഉദിച്ചുയർന്നത് കൊറിയക്കാർ അറിഞ്ഞില്ല. അന്നും പതിപോലെ മുഖ്യമന്ത്രി 3 പ്രാവശ്യം പരാതി കൊടുത്തുകൊണ്ട് സുപ്രഭാതം പൊട്ടിവിടർന്നു. പ്രിയമുള്ളവരെ, കലാകുറിയെ കുട്ടനവധി കലാശമ്മി തിലകപ്പെട്ടവും രാധിക തിലകപ്പെട്ടവും നേടിക്കൊടുത്ത ഡാൻസ് മാസ്റ്ററാണ് ശ്യാമളൻ. നാടുനീള ശിക്ഷകങ്ങളുള്ള ശ്യാമളന്റെ ഏക ഉപജീവന മാർഗം ഈ STD ബൂത്താണ്. ആ ബൂത്തിൽ ഫോൺ വിളിക്കാൻ ആൾക്കാർ ABCD EFG HJKLMNOP ക്യൂ നിൽക്കുന്നു. നമുക്ക് ആ ബൂത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. താമരക്കെണ്ണ കരിമുക്കിൽ വർണ്ണ എന്നെ രക്ഷിക്കണേ എന്റെ ബുദ്ധീശ്വര ഒസാമ ബില്ലാബ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലാതി ബില്ല 714 STD ദൈവങ്ങളെ, എന്റെ ലോക്കൽ ബോർഡുകളെ, എനിക്കിന്ന് നല്ല കോള് കിട്ടണേ. വിളിക്കണ ISTകളൊക്കെ റോങ് നമ്പർ ആവണേ. ഈശ്വര, എന്ത് രാവിലെ തന്നെ ബൂത്ത് തുറക്കുമ്പോ കുറെ എണ്ണം ഇങ്ങോട്ട് വായിക്കാൻ വന്നോളും. ഇനി ഞാൻ വായിച്ചിട്ട് എല്ലാവരും വായിച്ചാൽ മതി. ആ പത്രം ഇങ്ങോട്ട് തടസ്സത്തെ. ചേട്ടാ, നീ ലിസ്റ്റിലുള്ള എല്ലാരും ഒന്ന് വിളിച്ചു തന്നെ. ഇതെന്തുട്ടത്? ദേവിക, ശാരിക, ഗോപിക, രാധിക, ചന്ദ്രിക, ലതിക, പുഷ്കരൻ. അയ്യോ, പുഷ്കരം വേണ്ട, അതാണാണ്, അത് വേണ്ട. എല്ലാത്തിലും കായുണ്ടല്ലോ. ഇതെന്താ വിറ്റകൾക്കൊക്കെ കൂടി ഒറ്റ നമ്പർ ഉള്ളൂ? ഇത് ലേഡീസ് ഹോസ്റ്റലാണ് ചേട്ടാ. നീ ആണുങ്ങളായിട്ട് ഒരു കൂട്ടില്ലാത്ത അസത്ത വഴുതന ചുണ്ടൻ. ഇന്ന് വേണമെങ്കിൽ വിളിച്ചോ. ഞാൻ വിളിക്കട്ടെ ചേട്ടാ. ഹലോ 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 ഹലോ, ചന്ദ്രികയുണ്ടോ? ഇല്ല, ലെക്സും ലൈബോയും ഉണ്ട്. ഇത് ലേഡീസ് ഹോസ്റ്റൽ അല്ലേ? ലേഡീസ് ഹോസ്റ്റൽ അല്ല, ഇത് മാർജിൻ ഫ്രീ മാർക്കറ്റാണോ? അയ്യോ, നിന്റെ ഒരു കോള് ദിൻ തരികെട്ടതോ. ലോങ് വിളിച്ചതാ, റോങ് പോയി. മോനെ ഒന്ന് വിളിക്കണല്ല. വെൽക്കം അപ്പാപ്പ. വല്ലോടത്തും വിലക്കുണ്ടെങ്കിൽ അവിടെ ഇരിക്കേ. ഒന്നും വിളിക്കേ. ആ, വിളിക്കാൻ തന്നെ ഇതൊക്കെ ഇവിടെ വെച്ചേക്കണത്. എന്തുട്ട ഈ അപ്പാപ്പൻ കാണിക്കുന്നത്? വായിൽ വെക്കണത് എടുത്തിട്ട് ചെവിയിൽ വെച്ചേക്കുക. ഞാൻ ഇത് ഫോണ് നരച്ചു മൂത്തിലോടെ കളവാ. ഇനി എന്നാ ഇതൊക്കെ പഠിക്കണത്? തന്നെ ദൈവം വിളിക്കാറായല്ലോ, എന്നിട്ട് ഫോൺ വിളിക്കാറിയില്ലേ? എന്തുട്ട് സാധനത്? ഫോൺ തിരിച്ചു പിടിക്കടോ, എന്നിട്ട് മറ്റേ അറ്റെടുത്തിട്ട് വായിലേക്ക് വെക്കേ. ആ, വിളിച്ചോ. ഹലോ, This telephone number does not exist. എന്താന്നാ? This telephone number does not exist. മലയാളത്തിൽ പറയടി നീ. നിങ്ങൾ വിളിച്ച നമ്പർ നിലവിലില്ല. അപ്പൊ പേടിയുണ്ട്. അമ്മാവനെ എങ്ങട്ടാ വിളിക്കണ്ടേ? എന്റെ മോനെ വിളിക്കാനാ, PP വിളിക്കാനാ പറഞ്ഞത്. എന്തോന്നാ മോനെ ഈ PP? PP എന്ന് പറഞ്ഞറിയില്ലേ? ദേ ഇതാണ് PP. അയ്യേ അമ്മാവ്, അതൊന്നുമല്ല PP എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിളിക്കുമ്പോൾ പോയി പറയാന്ന് പറയും. അത് കഴിഞ്ഞ് വിളിക്കുമ്പോൾ പിന്നെ പറയാന്ന് പറയും. വീണ്ടും വിളിക്കുമ്പോൾ പള്ളി പോയി പറയാൻ പറയും. അവസാനം ശല്യമാകുമ്പോ പോയി പണി നോക്കടാ എന്ന് പറയും. ഇതാണ് PP. നീ ഇതുവരെ പോയില്ലടാ ലേഡീസ് ഹോസ്റ്റല്? ഇല്ല. പോടസം തെരുമോറ അവിടുന്ന്. അമ്മാവൻ, PPക്ക് പിന്നെ വേറൊരു അർത്ഥം കൂടി ഉണ്ട്. അതെന്തോന്നാ മോനെ? പയ്യെ തിന്നാൽ പനയും തിന്നാം. ഹലോ, ഈ നമ്പർ ഒന്ന് വിളിച്ചു തരാമോ? ലോക്കൽ STD ISD. ലോക്കലല്ല, മൊബൈലാ. കണ്ടിട്ടൊരു ലോക്കൽ ലുക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ചേട്ടന്റെ പേരെന്താ? കേശവൻ. മീശക്കാരൻ കേശവന് ദോശ തിന്നാൻ ആശ, ദോശ തിന്നാൻ കാശില്ലെങ്കിൽ കേശവന് നിരാശ. എടാ, തന്നോട് പാട്ട് പാടാനല്ല പറഞ്ഞത് ഞാൻ. താൻ കൂടുതൽ നമ്പർ അടിക്കാൻ നമ്പർ പറഞ്ഞാടാ വൃത്തിയേട്ടോനെ. 9847046980. ഇത് ആരുടെ മൊബൈൽ നമ്പറാ? എന്തൊരു നീളാ, കണ്ടിട്ട് കൊത്തിയാവാം. ദേ ബെല്ലടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഹലോ, ഊട്ടിയല്ലേ? അതെ, ക്യൂട്ടിയാണ്. ഊട്ടി, ഹലോ, എന്റെ ഡ്യൂട്ടി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തൊള്ള തിരക്കണേ? പറഞ്ഞോളൂ, കേൾക്കണുണ്ട്. ഞാൻ പറഞ്ഞു കേക്കണ്ട. കേൾക്കണുണ്ട്. ഞാൻ ഊട്ടി പ്രോഗ്രാം വീട്ടിൽ ഇരുന്ന് കാണാറുണ്ട്. അതെ, മുടങ്ങാതെ കാണാറുണ്ട്. എല്ലാ ദിവസവും കാണാറുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലാ ഞാൻ മാത്രമേ ഉള്ളു. അതെ, ഒന്ന് ഓളിയം കുറച്ചോക്കോ. എന്തിന്റെ വോളിയം? അതെ, ടിവിയുടെ ഓളിയം കുറച്ചോക്കോ. ഇത് ടിവിയുടെ വോളിയം അല്ല, അച്ഛനമ്മയും കൂടി വഴക്കൂടണം. ആ വോളിയം കൂടി വരാനാണ് സാധ്യത. സിനിമകളൊക്കെ കാണാറുണ്ടോ? ഊട്ടി എല്ലാ സിനിമയും കാണാറുണ്ട്. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഷക്കീലാന്റിയെ. ഓ, ഷക്കീലയാ? ആ. അല്ല, നടന്മാരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഊട്ടി വടന്മാരിൽ മോഹൻലാലിനാണ് ഇഷ്ടം. മോഹൻലാലിന്റെ ഏത് സിനിമയാണ് അവസാനമായിട്ട് കണ്ടത്? ഊട്ടി രാക്ഷസ രാജാവ്. അതില് മോഹൻലാലില്ലല്ലോ. ഇല്ല, മമ്മൂട്ടിയാണ്. ഏത് പാട്ടാണ് വേണ്ടത്? ഊട്ടി കുട്ടിക്ക് ഇഷ്ടമുള്ള ആട്ട്. അതേത് പാട്ടാണെന്ന് പറയൂ. കലാഭവമണിയുടെ നാടും പാട്ടുണ്ടാ. ഇന്ന് കലാഭവമണിയുടെ നാടൻ പാട്ട് വെക്കാൻ കുട്ടി കേട്ടല്ലോ.
ചെന്തെങ്ങിൻ തേങ്ങക്കൊത്തല്ലേ ചിരിക്കുമ്പോ പെണ്ണേ നീ ചമ്പയ്ക്കാ ചുണ്ടല്ലടി ചെറു ചുണ്ടങ്ങ പെണ്ണേ നീ വെള്ളാരൻ കല്ലും മെഞ്ഞാമൽ പടം വെച്ച കണ്ണല്ലേ പുന്നാരെ പുന്നാരെ എന്റെ പൊന്നും കൂട്ടുക്കേ നീ ചെന്തെങ്ങിൻ തേങ്ങക്കൊത്തല്ലേ ചിരിക്കുമ്പോ പെണ്ണേ നീ ചമ്പയ്ക്കാ ചുണ്ടല്ലടി ചെറു ചുണ്ടങ്ങ പെണ്ണേ നീ വെള്ളാരൻ കല്ലും മെഞ്ഞാമൽ പടം വെച്ച കണ്ണല്ലേ ഇന്ദപ്പാനങ്കുല പോലെ കിടക്കും മുടിയല്ലേ കാനീര കാതല് പോലെ കടഞ്ഞൊരു മെയ്യല്ലേ റോഡിനിറങ്ങി ഇടവഴി വച്ചെന്ന് പന്തം വീട്ടഞ്ചാറ് വട്ടം ഞാൻ നോക്കിലടി പെണ്ണേ ഇന്ദപ്പാനങ്കുല പോലെ കിടക്കും മുടിയല്ലേ കാനീര കാതല് പോലെ കടഞ്ഞൊരു മെയ്യല്ലേ റോഡിനിറങ്ങി ഇടവഴി വച്ചെന്ന് പന്തം വീട്ടഞ്ചാറ് വട്ടം ഞാൻ നോക്കിലടി പെണ്ണേ കുമാരാ കുഞ്ഞിക്കന്യാണോടി പുത്തുരം പെണ്ണേ നീ കല്ലും താഴയും പഠിച്ചൊരു ചേകൊത്തി പെണ്ണേ നീ കാണുമ്പോ ചന്തുള്ള പൂവിനും പെണ്ണിനും നോക്കൂലേ നോക്കാനും കാണാനും ഇല്ലെങ്കിൽ കണ്ണൻ തീന പിന്നെ ആരായാലേതായാലും ഒരു ആൺതുണ വേണ്ടേടി ഞാനായാലെന്തടി കുറ്റം പൊന്നും കൂട്ടുക്കേ നീ കുമാരാ കുഞ്ഞിക്കന്യാണോടി പുത്തുരം പെണ്ണേ നീ കല്ലും താടയും പഠിച്ചൊരു ചേകൊത്തി പെണ്ണേ നീ കാണുമ്പോ ചന്തുള്ള പൂവിനും പെണ്ണിനും നോക്കൂലേ നോക്കാനും കാണാനും ഇല്ലെങ്കിൽ കണ്ണൻ തീന പിന്നെ ആരായാലേതായാലും ഒരു ആൺതുണ വേണ്ടേടി ഞാനായാലെന്തടി കുറ്റന്റെ പൊന്നും കൂട്ടുക്കേ നീ പൊന്നാരെ പൊന്നാരെ എന്റെ പൊന്നും കൂട്ടുക്കേ നീ ചെന്തെങ്ങിൻ തേങ്ങക്കൊത്തല്ലേ ചിരിക്കുമ്പോ പെണ്ണേ നീ ചാമ്പയ്ക്കാ ചുണ്ടല്ലടി ചെറു ചുണ്ടങ്ങ പെണ്ണേ നീ വെള്ളാരം കല്ലും മെഞ്ഞാമൽ പഴം വെച്ച കണ്ണല്ലേ പ്രിയമുള്ളവരെ, ഈ കേൾക്കുന്ന മരണമണി അമ്പലമണിയോ പള്ളിമണിയോ ഫയർഫോഴ്സ് മണിയോ ഐസുകാരന്റെ മണിയോ അല്ല, പിന്നെയോ അങ്കനവാടിയിൽ അംഗമാകാത്ത പാഠപുസ്തകത്തിന്റെ ബാലപാഠം എന്നറിയാത്ത ഉച്ചക്കഞ്ഞി മാത്രം കുടിക്കാൻ വിധിക്കപ്പെട്ട കുറെ കഞ്ഞി കുഞ്ഞുങ്ങൾ പഠിപ്പിക്കാൻ അറിയാത്ത കുറെ അധ്യാപകന്മാർ പഠിപ്പിക്കുന്ന സെയിന്റ് ഫീൽഡർ സ്കൂളിന്റെ മണിയാണ് ഇപ്പോൾ കേട്ട മണി. എന്നത്തെയും പോലെ അന്നും കൃത്യനിഷ്ഠയുള്ള ഹെഡ്മാസ്റ്റർ കൃത്യം 12 മണിക്ക് സ്കൂളിലെത്തി. തുറന്നു കിടക്കുന്ന വാതിൽ ചവിട്ടി പൊളിച്ചദ്ദേഹം ഡ്യൂട്ടി ആരംഭിച്ചു. പെട്ടെന്നൊരു മുട്ടുകെട്ട് അദ്ദേഹം ഞെട്ടി ഉണർന്നു. ഓ, ഇതെന്താ പശു കിടന്നുറങ്ങണ? സാർ ശാന്തം വേണമെങ്കിൽ അപ്പുറത്ത് കിടന്നത്. അയ്യോ, ശാന്തമ്മല്ല സാർ, മാഷേ. മാഷ് ആരാ നിങ്ങള്? സാറിന് ഞങ്ങൾക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ്. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. എങ്കിലും കുഴപ്പമല്ല, ചെയ്തോളുവാ. സാറേ, ഇതാണോ 100% തോൽവി ഏറ്റുവാങ്ങി വർഷങ്ങളായിട്ട് ഗിന്നസ് ബുക്കിൽ പേര് വന്നുകൊണ്ടിരിക്കുന്ന സെന്റ് ഫീൽഡേഴ്സ് സ്കൂൾ? അതെ അതെ, ഇതാണ്. അതെ, ഈ പേര് ദോഷം സാർ എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു? അതായത് സാറുമാരായ ഞങ്ങൾ രാവിലെ ലീവ് എടുത്താൽ കുട്ടികൾ ഉച്ചയ്ക്ക് ലീവ് എടുക്കും. ഓഹോ, കുട്ടികൾ ഉച്ചയ്ക്ക് ലീവ് എടുത്താൽ സാറുമാരായ ഞങ്ങൾ രാവിലെ മുതൽ ലീവ് എടുക്കും. ഞങ്ങള് വിട്ടുകൊടുക്കുവോ? പിള്ളേരുടെ മുമ്പിൽ നമുക്ക് തോക്കാൻ പറ്റുമോ? ഇതാണ് ഈ സ്കൂളിന്റെ പരാജയത്തിന്റെ വിജയം. അത് ശരി. അങ്ങനെയാകുമ്പോ സാറേ, ഈ സാറുമാരും കുട്ടികളും തമ്മിൽ എപ്പോഴാണ് കണ്ടുമുട്ടുന്നത്? അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടുമുട്ടാറില്ല. അഥവാ കാണുന്നത് ബാറിലും തിയേറ്ററിലും വെച്ചാണ്. ഓഹോ, പിന്നെ എന്തായാലും ഞങ്ങൾ വൈകിട്ട് കൂടും കേട്ടോ. അതെന്തിനാ? അതായത് പിരിവിട്ട് പട്ടയടിക്കാൻ. ഇപ്പൊ വരും സാധനമായിട്ട് അടിച്ചിട്ട് പോകാം. എല്ലാ സ്റ്റോക്കാണല്ലേ? പിന്നെ സാറുമാര് സിനിമ കാണാറുണ്ടോ? പിന്നെ ആ നശിച്ച പിള്ളേർക്ക് ഷക്കീലപ്പെടാൻ ഇഷ്ടം. ഓഹോ, അത് ശരി. അപ്പൊ സാറുമാർക്കോ? ഞങ്ങൾക്കും അതിനെ ഇഷ്ടം. എന്റെ പൊന്നു സാറേ, അപ്പൊ ആ വൃത്തികെട്ട പിള്ളേരൊന്നും ഉപദേശിക്കാൻ പാടില്ലേ?
ഏയ് ഉപദേശിച്ചാൽ അവര് ഉപദ്രവിക്കും. പിന്നെ ഉപദേശിക്കും കേട്ടോ. എങ്ങനെ? നല്ല സാധനം വാങ്ങിച്ചടിച്ചില്ലെങ്കിൽ തലവേദന വരും മോനെ എന്ന് പറഞ്ഞ് ഉപദേശിക്കാറുണ്ട്. ഓഹോ, അത് നല്ല കാര്യം. എന്നാലും അവർക്ക് ചാത്തന ഇഷ്ടം, വൃത്തിയേട്ടവന്മാര്. അപ്പൊ സാറിനോ? എനിക്കും. ആഹാ, അത് കൊള്ളാം. സാറേ, ഈ മറ്റുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠിച്ചു പാസ്സായി IAS, IPS, കളക്ടർ ഒക്കെ ആകുമ്പോൾ സാറിന്റെ കുട്ടികളുടെ ഭാവി? എടാ പാവി, ഇവിടുത്തെ വിദ്യാർത്ഥികളെ കുറിച്ച് എനിക്ക് അഭിമാനമാണ്. സാർ റൈസ് ചെയ്യണ്ട. അറിയാമോ? കാരണം എന്റെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഈ IAS കാരനും IPS കാരനും ഒറ്റയടിച്ച് നിൽക്കും. മൈ ഗോഡ്. അപ്പോ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അത്രയ്ക്ക് കേമന്മാരായിരുന്നല്ലേ? പിന്നില്ലേ, മന്ത്രിമാർ, MLA മാർ, എന്തിന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ എന്റെ സ്റ്റുഡൻസ് അല്ലേ? ആര്? സ്റ്റുഡൻസ്. അയ്യോ സാറേ, സ്റ്റുഡൻസ് എന്ന് പറയണത്. അങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഓഹോ, സത്യം ഇവിടെ പഠിച്ചിട്ടില്ല. പിന്നെ നസീർ ഇവിടെ വന്ന് കാലെടുത്ത് കുത്തിയതാ പഠിക്കാൻ. പഠിക്കാതെ പോകേണ്ടി രക്ഷപ്പെട്ടു. ഓ, ഞാൻ ചോദിച്ചതല്ല, ഇവിടെ പഠിച്ച് പേരെടുത്തവർ ആരൊക്കെയാണ്? അതായത് 3ാം ക്ലാസ്സിൽ 13 കൊല്ലം തോറ്റ് എന്റെ മോന്തയ്ക്കിട്ടൊരു കുത്തം കുത്തി എന്റെ തന്തയ്ക്കും വിളിച്ചിട്ട് പോയ എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുണ്ട്. അതിന് കരയേണ്ട ആവശ്യമുണ്ടോ? അറിയാതിരിക്കും. പറഞ്ഞോളൂ സാർ. പിന്നെ ക്ലാസ് ഉള്ള ദിവസം ക്ലാസ് കട്ട് ചെയ്ത് കാട്ടി കയറി തടി വെട്ടി വിറ്റ് കിട്ടിയ കാശിന് കഞ്ചാവ് അടിച്ചു കിടന്ന എന്റെ ഒരു പഴയ സ്റ്റുഡൻസ്. സാറേ, സ്റ്റുഡൻസ് അല്ല. അത് പോട്ടെ, അത് വിട്. ഇവിടുത്തെ വനം വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. ഓഹോ, അപ്പൊ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും എക്സൈസ് മന്ത്രി ആയിട്ടുണ്ടോ? പിന്നില്ലേ, ഈ സ്കൂളിലെ കഞ്ഞിപ്പുരയിൽ ബാറ്ററി ഇട്ട് വാറ്റുചാരായം വാറ്റി വിറ്റിരുന്ന പലരും ഇന്ന് എക്സസൈസ്. എന്ത് പറ്റി സാർ? സിമ്പിൾ വാക്ക് പറഞ്ഞ കോച്ചി പോയി, ഇനി അത് പറയിപ്പിക്കരുത്. സാർ, അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ സ്കൂളിൽ നിന്നും ഇനി നമുക്ക് ആരെങ്കിലും പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം കേട്ടോ. ഒരു മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാം. അതിനുള്ള കോച്ചിങ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. സാറേ, അപ്പൊ ഇത്ര പഠിപ്പിനിടയിലും കുട്ടികൾക്ക് വിനോദം പകരുന്ന വല്ല കളികളും ഈ സ്കൂളിൽ നടത്താറുണ്ടോ? ഉണ്ട്. സാരംസും. എന്ത്? ഓ, ചെസ്സും ക്യാരംസും. അങ്ങനെയാണോ പറയുന്നത്? പിന്നെ ഞാൻ പിള്ളേരെ ഇങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നത്. അയ്യോ കഷ്ടം. പിന്നെ ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ താങ്കൾക്ക് സ്കൂളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോറടിക്കാറില്ലേ? ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? ഞാൻ ഒറ്റയ്ക്കല്ല. സ്കൂളിൽ കഞ്ഞി വെക്കാൻ വരുന്ന ശാന്തമ്മ ഉള്ളപ്പോൾ എനിക്ക് എന്തിനു ബോറടി? അവള് കഞ്ഞി വെക്കും, ഞാൻ കറി വെക്കും, നാട്ടുകാർ ഓരോന്നും അതിൽ എഴുതി വെക്കും. ഓ, അപ്പൊ ഏതാണ്ട് ഒരു കുടുംബം പോലെ. അതെ, ആ വകുപ്പിൽ 2 പിള്ളേരും ഉണ്ട് എനിക്ക്. മാഷ ആള് കൊള്ളാലോ. പിന്നെ മാഷേ, ഞാൻ വന്നപ്പോലെ ശ്രദ്ധിക്കാണ്, ഈ മാതൃക സ്കൂളില് ബെഞ്ചും ഡെസ്ക് ഒന്നും ഇല്ലേ? ബെഞ്ചും ഡെസ്കോ? അയ്യോ, അത് ഞാൻ ഒരു കല്യാണത്തിന് വാടകയ്ക്ക് കൊടുത്തേ. അതുകൊണ്ടൊക്കെയാ ജീവിക്കുന്നത്. അത് കൊള്ളാം. പിന്നെ ഇവിടെ പഠിച്ചവരാരെങ്കിലും കലാപകാരികളല്ലാതെ കലാകാരന്മാരായിട്ടുണ്ടോ? പിന്നെ മറഡോണോടെ പഠിച്ചുണ്ടോ? ഇല്ല, അതുകൊണ്ട് അവൻ കലാകാരനായില്ല, കായികതാരമായി പോയി. ഓ, പിന്നെ ആരാണ് കലാകാരനായത്? ബിൽ ക്ലിന്റൺ. ബില്ല് ഇവിടെയാണ് പഠിച്ചത്? പിന്നെ അപ്പൊ അതറിയത്തില്ലേ? ഇല്ല. അവന്റെ പഠനം ഇവിടെ, അവന്റെ പീഡനം അവിടെ. ആള് ബെസ്റ്റാ, പക്ഷെ അവന്റെ സ്വഭാവം വേസ്റ്റാ. എന്തായാലും അദ്ദേഹത്തിന്റെ ഗുരുവല്ലേ താങ്കൾ? കാര്യം ഞാൻ അവന്റെ ഗുരുവാ, പക്ഷെ എനിക്കിപ്പോ അവനെ കാണുന്ന കുരുവാ. അതെന്താ മാഷേ? ഒരു ദിവസം ഞാൻ അവനെ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു, വിസ്കി കൊടുത്ത് സൽക്കരിച്ചു. സൽക്കാരത്തിനിടയിൽ എന്റെ ഭാര്യ മോണിക്കയില്ലേ, അവളെ ഒന്ന് പരിചയപ്പെടുത്തി. ഓസിന് വിസ്കി കഴിക്കാൻ വന്നവൻ എന്റെ ഭാര്യ മോണിക്ക ഇസ്കി. ഇപ്പൊ പറഞ്ഞാൽ അവന്റെ ഗുരുവോ എനിക്കവൻ കുരുവോ? പ്രിയമുള്ളവരെ, കമ്പനി കൂടി വിസ്കി കഴിക്കാൻ വന്നവൻ കമ്പനി കൂടി പിമ്പിരിയായി ഗുരുവിന്റെ ഭാര്യയെ ഇസ്കി കൊണ്ടുപോയ ചരിത്രം ഹിസ്റ്ററിയിലുണ്ടോ? അപ്പോസ്റ്ററിയിലുണ്ടോ? കെമിസ്ട്രിയിലുണ്ടോ? താൻ ഉപേക്ഷിക്കും മുമ്പ് തന്നെ ഉപേക്ഷിച്ചു പോയ ആ ഭാര്യയോട് അയാൾക്ക് വെറുപ്പാണ്. സ്ത്രീകളെ കാണുന്ന റപ്പാണ്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് അയാൾ അവളെ കണ്ടുമുട്ടിയാൽ അവളുടെ കൈകൊണ്ട് അയാൾ ചാകുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പാണ്. പ്രിയമുള്ളവരെ, അയാൾ കറുപ്പടിച്ചു, വെളുപ്പടിച്ചു, വൈറ്റ് വാഷ് അടിച്ചു, കഞ്ചാവടിച്ചു. കരക്കാരുടെ നല്ലും കൊണ്ട് നടക്കേണ്ട പ്രായത്തിൽ വിധവനാകേണ്ടി വന്ന ദുഃഖമോർത്ത് ആ മനുഷ്യൻ ചെമ്മിലെ പരുക്കുട്ടിയെ പോലെ സ്ത്രീകളെ ശപിച്ച് പ്രാഗി പാടി നടന്നു. എത്ര കരഞ്ഞാലും എത്ര ചിരിച്ചാലും പെണ്ണല്ലേടി, കൊഞ്ചു കുഴഞ്ഞിട്ട് വഞ്ചന കാട്ടുന്ന പെണ്ണിനെണ്ണം വിടാമോ? എത്ര കരഞ്ഞാലും എത്ര ചിരിച്ചാലും പെണ്ണല്ലേടി, കൊഞ്ചു കുഴഞ്ഞിട്ട് വഞ്ചന കാട്ടുന്ന പെണ്ണിനെണ്ണം വിടാമോ? ആണിന് കാണത്തമുണ്ടേൽ അവൾ ആണിലൊതുങ്ങി കഴിയും, ആണിന് കാണത്തമില്ലേൽ അവൾ തോന്നും വഴിക്കൊക്കെ പോകും.
കളിക്കുമ്പോൾ പെൺകൊടി എന്തൊരു ചന്തമടി. ചുണ്ടിന് താഴെ കറുത്ത മറുകുള്ളവളാളൊരു ഗേമി. ഒട്ടക്കണ്ണിട്ടവൾ നോക്കും അവൾ ആരും മയക്കുന്ന ഗേമി. മുല്ലമലരികൾ മുടിയിൽ തിരികിയ നാടൻ പെൺകൊടിയേ. ആണുങ്ങൾ നോട്ടം എറിഞ്ഞാൽ പൊന്നെ എന്തിന് കള്ളനാടും. പഞ്ചര പുഞ്ചിരി നൽകും നല്ല കുഞ്ഞി കുഴഞ്ഞവൾ കൂടും. പട്ടം കറങ്ങുന്ന പെണ്ണെ നീ വട്ടത്തിലാകല്ല പൊന്നെ. മധുരമായുള്ളൊരു പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞു വന്നാൽ ചക്കവും നോക്കി അടുത്തുകൂടും ചിലർ വട്ടത്തിലാക്കിടുവാൻ. കുട്ടിക്കുറുമ്പുള്ള പെണ്ണെ വെറും കുട്ടിക്കളിയല്ല ഭ്രമം. ആരും കൊതിക്കുന്ന പെണ്ണെ നിന്നെ കാണാൻ എന്തൊരു ചന്തം. മുട്ടിട്ട് നിൽക്കുന്ന പ്രേമം വിരിയിക്കാൻ എന്തൊരു ത്യാഗം പൊന്നെ. ഒന്നായി അലിയണം രണ്ടായി പിരിയണം എന്നും പുതുമ വേണം. പ്രേമത്തിലുള്ളൊരു ചൂട് തമ്മിൽ കെട്ടിക്കഴിയുമ്പോൾ മാറും. കുട്ടികൾ തണ്ടണതായാൽ നിത്യം തല്ലാണ് തമ്മിൽ സത്യം. എത്ര കരഞ്ഞാലും എത്ര ചിരിച്ചാലും പെണ്ണല്ലേടി. കുഞ്ചി കുഴഞ്ഞിട്ട് വഞ്ചന കാട്ടുന്ന പെണ്ണിനെ നമ്പിടമോ. ചുണ്ടിന് താഴെ കറുത്ത മറുകുള്ളവളാളൊരു ഗേമി. ഒട്ടക്കണ്ണിട്ടവൾ നോക്കും അവൾ ആരെ മയക്കുന്ന ഗേമി. ചുണ്ടിന് താഴെ കറുത്ത മറുകുള്ളവളാളൊരു ഗേമി. ഒട്ടക്കണ്ണിട്ടവൾ നോക്കും അവൾ ആരെ മയക്കുന്ന ഗേമി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൊറിയ ഗ്രാമത്തിന്റെ തെക്കേറ്റൊന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ കിഴക്കേറ്റത്തിന്റെ വടക്ക് ഭാഗം കാണാം. അവിടെ ഒരു പുതിയ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് കടന്നല്ല, വേണ്ട, നമുക്ക് അങ്ങോട്ട് ഓട്ടോറിക്ഷ പിടിച്ചു പോകാം. അവിടെ കുറെ മനുഷ്യർ വട്ടം കൂടി നിൽക്കുന്നു. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിർത്തുക മുട്ടനാടുകളെ. സുധാനന്ദ എന്താ സദാനന്ദ എന്താ കുന്തം മാറി നിൽക്കുക കാതികനാടുകളെ. മണിയേ മണിയേ മണിയേ. എന്ത് ശല്യമായില്ല അച്ഛനെ കൊണ്ട് എന്താ വേണ്ടേ? മണിയെ, ഒരു നാടകമാണെങ്കിൽ ഇടവേള എന്ന് വിളിച്ചു പറയും. ഒരു സിനിമയാണെങ്കിൽ ഇന്റർവെൽ എന്ന് എഴുതി കാണിക്കും. സഹോദരൻ ഷാജി കൈലാസിന്റെ സിനിമയിലെ വെയിറ്റ് ആൻഡ് സി എന്ന് എഴുതി കാണിക്കും. ഇതിനൊരു ഇടവേളയില്ല മണി. ഒരു ഇടവേള കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിക്കുവാൻ സൗകര്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അല്പസമയം ഇടവേള ബാബു. ഈ ഇടവേള സമയത്ത് ഇടവകയിലെ ഇടയൻ ബാബു അവതരിപ്പിക്കുന്ന കണക്ക്. പ്രിയമുള്ളവരെ, കണക്കുകൾ അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഇടവകയിലെ വളർന്നു വരുന്ന 2 മിമിക്രി കുഞ്ഞാടുകൾക്ക് മിമിക്രി അവതരിപ്പിക്കുവാനുള്ള അവസരം കൊടുക്കുകയാണ്. വരൂ കുഞ്ഞാടുകളെ. സ്ത്രീ ഒരു ചാള. ഹലോ, എന്ത് വൃത്തികെട്ട പാട്ടാ പാടുന്നത്? ചാളയല്ല, ജ്വാല. എന്റെ പൊന്നു മോനെ, അത് ജ്വാലയാണത്. കണ്ടിട്ട് പലർക്കും ഇപ്പൊ ഒരു ജ്വാലയാണ്. വല്ലപ്പോഴൊക്കെ സീരിയല് കാണണം. ഞാനാ സീരിയലാ? എടി, എത്ര സീരിയൽ അഭിനയിച്ച് പിന്നെ അനുഭവിച്ച്. ആര്, ചേട്ടനാ? പിന്നെ അപ്പൊ സീരിയൽ നടനാണോ? എന്റെ 6ാം വയസ്സിൽ ഞാൻ സീരിയൽ ബൃന്ദത്തിൽ വന്ന് പെട്ടതല്ലേ. അപ്പൊ ബാല്യം മുതലേ സീരിയൽ ഉണ്ടോ? പിന്നെ ഇപ്പൊ 75 വയസ്സായില്ലടാ. ഓ, 75 വയസ്സായോ? പിന്നെ അപ്പൊ ഫുൾ ടൈം സീരിയൽ തന്നെ ആയിരുന്നോ? ഫുൾ ടൈം സീരിയലില്ല. അപ്പൊ ചേട്ടൻ വീട്ടിൽ പോവാറില്ലേ? ഇവര് വിടണ്ടേ? ആര്? സീരിയലിലെ നിർമ്മാതാക്കള്. എന്നെ വെച്ചുകൊണ്ട് 1500 എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി പിന്നെയും കാത്തിരിക്കണ അവര്. ദൈവമേ, അപ്പൊ വലിയ അറിയപ്പെടുന്ന നടനാണല്ലേ? പിന്നെ എന്റെ പൊന്നു ചേട്ടാ, ഇത്രയും സീരിയലൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. ചേട്ടന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? എന്റെ അവസാനത്തെ ആഗ്രഹം എന്റെ കുഞ്ഞുമക്കളൊന്ന് കാണണം, എന്റെ ഭാര്യ ഒന്ന് കാണണം, എന്റെ വീട്ടിൽ പോയി ഒരു രാത്രി അന്തി ഉറങ്ങണം. ഇതാണ് എന്റെ ആഗ്രഹം പൊന്നുമോനെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ അഭിനയിച്ച സീരിയൽ ഏതൊക്കെയാണ്? ഏതൊക്കെയാണെന്ന് നീ ചാനൽ ഓപ്പൺ ചെയ്തിട്ടില്ല? സിനിമാല ജഗപുകയാക്കി, കോമഡി ഷോയാക്കി, ജനകീയം ജാനകി മുൻഷി സിനിമ സ്കോപ്പാക്കി, ജ്വാല ഷൂട്ട് ആൻഡ് ഷോയാക്കി, കണ്ണാടി ഊരാ കൊടുക്കാക്കി, അഞ്ജലി തരികിട കാട്ടി സ്നേഹാഞ്ജലിയായി, ശ്രീ ജ്വാലയ ഭാര്യ ദുർഗയ ഭാരതയാ വാവാ ചില മാനസി പ്രേയസി ചാരുലത. ലോകം പോയ വാരം നമ്മൾ തമ്മിൽ കണ്ടു, മനസ്സിൽ മാനസപുത്രി നീ ഒരു മിർച്ചു മസാലയാ. പത്മജ പടവുകൾ ഇറങ്ങും മുമ്പേ സുമംഗലിയാക്കാൻ ഞാൻ സ്വന്തം ആളൂട്ടിക്കൂട്ടി മണവാട്ടി പാട്ടു പെട്ടിയാക്കാ. സിനിമാല ജഗപുകയാക്കി, കോമഡി ഷോയാക്കി, ജനകീയം ജാനകി മുൻഷി സിനിമ സ്കോപ്പാക്കി, ജ്വാല ഷൂട്ട് ആൻഡ് ഷോയാക്കി, കണ്ണാടി ഊരാ കൊടുക്കാക്കി, അഞ്ജലി തരികിട കാട്ടി സ്നേഹാഞ്ജലിയായി, ശ്രീ ജന്മം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വസുന്ധര മെഡിക്കൽ കിസ് സൈലൻസ് ആയാൽ കോമഡി തിലാനയാ. കൂടും കൊണ്ട് ഹൂഗ്ലി ഹൂഗ്ലി വന്നു, അക്കരെ പച്ച തേടി നടന്നവൾ അക്ഷയ പാത്രമായി. കോമഡി ടൈമിൽ നർമ്മപുരാണം ഒടിയനു വാർത്തകളായി, ചിത്രഗീതം കണ്ട് അശ്വമേധം കേട്ട് കളിയല്ല കല്യാണം വാവേ. മതി കുഞ്ഞാടുകളെ, തൃപ്തിയായി. ഇനി നമുക്ക് കണക്കിലേക്ക് കടക്കാം. പ്രിയമുള്ള കുക്ഷിപ്പിയാടുകളെ,
അതുമല്ലെങ്കിൽ ഇടവകയിലെ വിഷപ്പാമ്പുകളെ. നമ്മുടെ വിശുദ്ധമായ പള്ളി തിരുനാളാഘോഷം അതിനോടനുബന്ധിച്ച് ഈ തിരുമുറ്റത്ത് അല്ലെങ്കിൽ ഈ പള്ളി അങ്കണത്തില് എന്തോരോ അംഗമായിരുന്നു. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന്റെ കണക്കുകള്, അതുമല്ലെങ്കിൽ മാത്തമാറ്റിക്സുകള്, അതുമല്ലെങ്കിൽ ലസാഗുകള്, അതുമല്ലെങ്കിൽ കണക്കിലെ കണക്കുകൾ അവതരിപ്പിക്കുവാൻ വേണ്ടി ചിലർ നടത്തിയ കളികള്, ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ കൈക്കാരനും കയ്യിട്ടുവാരിയും നിഷ്ഠൂരനും നികൃഷ്ടനും സത്യസന്ധനുമായ നമ്മുടെ കുജാഞ്ചി കയ്യാലപ്പുറത്ത് വീട്ടിൽ കറിയാച്ചനെ ഞാൻ കണക്ക് അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. സൈലന്റ് ആയി. പ്രിയമുള്ള ഇടവകക്കാരെ, എനിക്ക് കണക്ക് പറഞ്ഞ് ശീലമില്ല. കണക്ക് പറഞ്ഞ് തിന്നാനറിയാലോ. ബഹളം വെക്കരുത്. ആ കുഞ്ഞാടി കണക്ക് അവതരിപ്പിക്കട്ടെ. ആദ്യമായി പിരിഞ്ഞു കിട്ടിയ കാശ് എടുക്കാം. അത് താനെടുത്തില്ലേ? അതല്ല, ആ കാശിന്റെ കണക്കെടുക്കാം. ആകെ മൊത്തം എല്ലാം കൂടി കൂട്ടി 1,29,000 പയ്യോ? അതെ, നയാ പൈസ. പെരുന്നാളോടനുബന്ധിച്ച് തെങ്ങേപ്പാട്ട് വെച്ചതിന് 2,000 രൂപ ചെലവായി. എന്താണ് ഈ തെങ്ങേപ്പാട്ട്? തെങ്ങിന്റെ മണ്ടയിലും മൈക്ക് വെച്ച് കെട്ടി നാട്ടുകാരെ പാട്ട് കേൾപ്പിച്ചു. അതാണ് തെങ്ങേപ്പാട്ട്. അതല്ല പാട്ടാ, അതിന് നല്ലതായിട്ട് എന്റെ മോള് പാടുമായിരുന്നല്ലോ. എന്നാ പിന്നെ അടുത്ത വർഷം തന്റെ മോളെ തെങ്ങിന്റെ മണ്ടയിൽ വെച്ച് കെട്ടാറോ? അതിനാ കുട്ടി സമ്മതിക്കുമോ കറിയാച്ച? പിന്നെ തോരണം. തോരണത്തിന്റെ കാര്യം അത് വലിയ മാരണമായിട്ടിരിക്കുക. അതിനി കോരണം, മഴ നനഞ്ഞ് അളിഞ്ഞു കൊഴിഞ്ഞ് കിടക്കുക. എന്ത് മാരണമായാലും തോരണം കാരണം 8,000 പോയി. അയ്യോ, അതൊരു അന്ധക്കരണമായി പോയി. അതെ അതെ അതെ, ശരിയാണ്. പിന്നെ പെരുന്നാളിന് 10,000 രൂപ പൊട്ടിച്ചു. കുത്തു പൊട്ടിക്കാതെ കാശെടുക്കാൻ പറ്റത്തില്ലല്ലോ. കുത്തു പൊട്ടിച്ച കാര്യമല്ല, കുപ്പി പൊട്ടിച്ച കാര്യമാണ് പറഞ്ഞത്. ഒരിക്കലും പള്ളിക്കാശ് കൊണ്ട് മദ്യം വാങ്ങി കുടിക്കരുത്, വാങ്ങിക്കൊടുക്കരുത്. അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് ഫാൾട്ടാണ്. ദൈവം പൊറുക്കില്ല കേട്ടോ. അച്ഛൻ അത് പറയരുത്. അതിന്റെ പകുതി അടിച്ചത് അച്ഛൻ തന്നെയാണ്. അത് അതിൽപ്പെട്ടതായിരുന്നല്ല, ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. കറിയാച്ച അടുത്ത കണക്ക് വായിക്കൂ. അടുത്ത കണക്ക്, പള്ളി പെയിന്റ് അടിച്ചതിന് 25,000 രൂപ. 25,000 രൂപ? പെയിന്റ് അടിച്ചവൻ പെയിന്റ് അടിച്ച കാശില്ല, അത് കൂടി ചേർത്താ പറഞ്ഞത്. മനസ്സിലായോ? കണക്കാണ്. പണ്ടാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കാര്യം ഓർത്തത്. പണ്ടാരത്തിൽ നിന്ന് കിട്ടിയ 1 രൂപയുടെ 500 നോട്ടുകൾ ഒട്ടിക്കാൻ സെല്ലോ ടേപ്പ് വാങ്ങിയ കാശ് 1,500 രൂപ. പിന്നെ 5,000 രൂപയുടെ പ്ലാസ്റ്റിക് ഒട്ടിച്ച നോട്ടുകൾ തൂക്കി വെച്ചപ്പോ കിട്ടിയതാ 250 രൂപ. ശരിയാണ്. പ്ലാസ്റ്റിക്കിന്റെ വില നിങ്ങൾക്കറിയാമല്ലോ, വളരെ കുറവാണ് ഇപ്പോൾ. ശവക്കോട്ടയുടെ മതിലിന്റെ പൊളിഞ്ഞ ഭാഗം കെട്ടിയതിന് 20,000 രൂപ. ഇതുവരെ അത് കെട്ടിയില്ലല്ലോ. അതെന്തിനാ കെട്ടണത്? ശവക്കോട്ടയിൽ കിടക്കുന്നവരാരും പുറത്തേക്ക് പോകുന്നുമില്ല, പുറത്തുള്ളവർക്ക് അകത്തേക്ക് പോകണമെന്ന് താല്പര്യമില്ല. പിന്നെന്തിനാ മതിൽ കെട്ടുന്നത്? ഞാൻ എന്റെ വീടിന്റെ മതിൽ കെട്ടി. നിങ്ങൾക്ക് കണക്കല്ലേ വേണ്ടത്? ഇനിയും 12 മുത്തുക്കുട വാങ്ങിയതിന് 10,000 രൂപ. എന്നിട്ട് പെരുന്നാൾ ഒരു മുത്തുകുടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതെ, പക്ഷെ അതിൽ 12 മുത്ത് തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? പള്ളിയിൽ പുതിയൊരു കുരിശ് പണിയണമെന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം ആയില്ലേ? ഈ ഇടവകയിൽ നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇനി എന്തിനാണ് വേറൊരു കുരിശ്? തീർന്നോ കറിയാച്ച കണക്ക്? ഇല്ലച്ചോ, 5,000 പേർക്ക് സദ്യ കൊടുത്ത കണക്കൂടിയുണ്ട്. എന്നാ കാണ്. 5,000 പേർക്ക് താൻ സദ്യ കൊടുത്തുന്നോ? എന്നിട്ട് 500 പേർക്ക് പോലും കൊടുത്തു കണ്ടില്ലല്ലോ. 5 അപ്പം കൊണ്ട് 5,000 പേർക്ക് കർത്താവ് ഭക്ഷണം കൊടുത്തത് താൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. ഈ ഇടവകയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇതും വിശ്വസിക്കാൻ പറ്റൂ. ശരി, സമ്മതിച്ചു. ഈ പള്ളിപ്പറമ്പിൽ നിൽക്കണ തെങ്ങിന്ന് തേങ്ങയിട്ട കണക്ക് ഇപ്പൊ കാണിക്കണം. അത് രാത്രി ഇട്ടതിന്റെ ആണോ പകലിട്ടതിന്റെ ആണോ എന്നറിയാതെ ഞാൻ എങ്ങനെ കാണിക്കാനാ? അത് ശരി. അപ്പൊ രാത്രി എങ്ങനെയാറുണ്ടല്ലേ? ഏതായാലും കണക്ക് കേൾക്കണം. തേങ്ങയുടെ കണക്ക് പറഞ്ഞേ പറ്റുള്ളൂ. പറയാ. ആകെ കിട്ടിയ തേങ്ങ 500. തെങ്ങിൽ കയറി ഇട്ടവര് തൊണ്ട് കൊടുത്ത്, തേങ്ങ പൊറിച്ചവര് ചിരട്ട കൊടുത്ത്, കൊപ്രയാക്കിയവര് പിണ്ണാക്ക് കൊടുത്ത്, ആട്ടിയ മില്ലിയാർക്ക് വെളിച്ചെണ്ണ കൊടുത്ത്. പള്ളിക്ക് കണക്ക് കണ്ടാ പോരെ, ദേരിക്കണ കണക്ക്. നിർത്ത്. നിന്റെയൊക്കെ കണക്കൊന്ന് അവസാനിപ്പിക്ക്. ഒരു കണക്കിന് ഞങ്ങൾ ഈ കഥാപ്രസംഗം പണ്ടാരോടിക്ക് അവസാനിപ്പിച്ചോട്ടോടാ. പ്രായം വന്നല്ലോ 16 കിടന്നല്ലോ, പ്രേമത്തിൻ പൂത്തിരി കത്തും പ്രായമിതാണല്ലോ, പെണ്ണിൻ പരുവമിതാണല്ലോ, പെണ്ണിൻ പ്രായമിതാണല്ലോ. തുള്ളി തുളുമ്പി നടക്കും പ്രായം വന്നല്ലോ, പ്രായം വന്നല്ലോ, 16 കിടന്നല്ലോ, പ്രേമത്തിൻ പൂത്തിരി കത്തും പ്രായമിതാണല്ലോ, പെണ്ണിൻ പരുവമിതാണല്ലോ, പെണ്ണിൻ പ്രായമിതാണല്ലോ.
പെണ്ണുങ്ങളാണല്ലോ നമ്മുടെ മലയാള തനിമ മറക്കും നാടൻ പെൺകുടികൾ. നാടിൻ ശാപമിതാകരുതേ ഇന്ന് നൂതന കേരളമോ. അയിലത്തെ കുട്ടൻ ചേട്ടൻ പെണ്ണെ കണ്ടെന്നാൽ കക്കൻ നോക്കുന്നു, മെല്ലെ കണ്ണ് കാട്ടുന്നു, പിന്നെ ആരാരും കാണാൻ അവളെ പാടി വിളിക്കുന്നു. തുളുകിൽ കൊഞ്ചിപ്പിഴയുന്നു, പിന്നെ തക്കിട നരികിടതോ. ഇത്തിരി പ്രേമം ഒത്തിരി മധുരം പലരും നൽകുന്നു. കരഞ്ഞുലഞ്ഞ പ്രേമം എന്നും വേദനയാകുന്നു, പ്രേമചതിയിൽ ചാടുന്നു. ഇത്തിരി പ്രേമം ഒത്തിരി മധുരം പലരും നൽകുന്നു. കരഞ്ഞുലഞ്ഞ പ്രേമം എന്നും വേദനയാകുന്നു, പ്രേമചതിയിൽ ചാടുന്നു. തുള്ളി തുളുമ്പി നടക്കും പ്രായം വന്നല്ലോ, പ്രായം വന്നല്ലോ, 16 കടന്നല്ലോ. പ്രേമത്തിൻ പൂത്തിരി കത്തും പ്രായമിതാണല്ലോ, പെണ്ണിൻ പരുവമിതാണല്ലോ, പെണ്ണിൻ പ്രായമിതാണല്ലോ. മുളയ്ക്കും പ്രേമം പൊട്ടിത്തകരരുതേ, പ്രേമം കണ്ണായി തിരിയരുതേ, പ്രേമക്കരികൾ നൽകരുതേ. കിട്ടാത്ത മുന്തിരിയല്ലേ പുലിയായി നിൽക്കട്ടെ, പ്രേമം നിത്യം നിൽക്കട്ടെ, ആരും ബലിയായി മാറരുതേ. പ്രായം കവിഞ്ഞൊരുകളവര് പ്രേമം വന്നാൽ നരകൾ മാറ്റുന്നു, മുടിയുടെ ശൈലും മാറ്റുന്നു. അണ്ണാനും ഒത്തിരി മൂത്താൽ മരം മറക്കുന്നു, എന്നാൽ വയസ്സരാണെന്ന തോന്നൽ താനെ മാറുമോ. 60-70 പ്രായം ചിലരിൽ അധികം പറ്റല്ല, 90 വൃദ്ധൻ പോലും വീണ്ടും കെട്ടുന്നു, തരുണി മണിയെ കെട്ടുന്നു. 60-70 പ്രായം ചിലരിൽ അധികം പറ്റല്ല, 90 വൃദ്ധൻ പോലും വീണ്ടും കെട്ടുന്നു, തരുണി മണിയെ കെട്ടുന്നു. തുള്ളി തുളുമ്പി നടക്കും പ്രായം വന്നല്ലോ, പ്രായം വന്നല്ലോ, 16 കടന്നല്ലോ. പ്രേമത്തിൻ പൂത്തിരി കത്തും പ്രായമിതാണല്ലോ, പെണ്ണിൻ പരുവമിതാണല്ലോ, പെണ്ണിൻ പ്രായമിതാണല്ലോ. തുള്ളി തുളുമ്പി നടക്കും പ്രായം വന്നല്ലോ, പ്രായം വന്നല്ലോ, 16 കടന്നല്ലോ. പ്രേമത്തിൻ പൂത്തിരി കത്തും പ്രായമിതാണല്ലോ, പെണ്ണിൻ പരുവമിതാണല്ലോ, പെണ്ണിൻ പ്രായമിതാണല്ലോ. പ്രിയമുള്ളവരെ, തരാനുള്ള പൈസയുടെ ബാലൻസ് കിട്ടിയില്ലെങ്കിലും എന്റെ കഥയുടെ ബാലൻസ് ഇവിടെ തുടരുകയാണ്. കൊറിയയിലുള്ള കറിയയുടെ മകളായ മറിയ വളർന്നു പടർന്നു പന്തലിച്ചു. പെട്ടെന്നുള്ള മറിയയുടെ വളർച്ച കണ്ട് നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് വിളർച്ച പിടിച്ചു. പഠിക്കാൻ അവൾ മിടുക്കിയാണ്. കൊറിയ പഞ്ചായത്തിന് സ്വന്തമായി 3 SLC ബുക്കുള്ള ഏക വിദ്യാർത്ഥിനി മറിയ മാത്രമാണ്. ദിവസങ്ങൾ രാജധാനി എക്സ്പ്രസ് പോലെ പാഞ്ഞുപോയി. ചക്കിലേക്ക് ഒരു വെല്ലുവിളിയായി മറിയ വളർന്നു. ഈ വളർച്ച എവിടെ നിൽക്കും എന്നറിയാതെ കറിയ തളർന്നു. വിദ്യാഭ്യാസം വെറുത്ത മറിയ ഒരു കുഞ്ഞിക്കാൽ സ്വപ്നം കണ്ടു തുടങ്ങുന്ന പ്രായത്തിൽ കറിയയുടെ കുടുംബത്തിൽ വീണ്ടും ഒരു കുട്ടി കൂടി പിറന്നു. കറിയ വീണ്ടും ഒരു അപ്പനായി. വിക്ടോറിയ വീണ്ടും ഒരു അമ്മയായി. മൂത്ത മകളായ മറിയ 18 കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു കൊച്ചിന് 28 ഇന്ന് ആ കുടുംബത്തിന് 2 കുട്ടികളായി. ഒന്ന് മറിയ കുട്ടി, മറ്റേത് ചെറിയ കുട്ടി. ആ ചെറിയ കുട്ടിക്ക് എന്ത് പേരിടണം എന്ന ചർച്ച തകൃതിയായി അവിടെ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, അച്ഛന്റെ പേര് പപ്പനാവൻ, അമ്മയുടെ പേര് ശാന്തയുമാണെങ്കിൽ കുട്ടി പാച്ചയാകും. അച്ഛന്റെ പേര് കൃഷ്ണൻ, അമ്മയുടെ പേര് ശീലയുമാണെങ്കിൽ കുട്ടി കൃഷിയാകും. അച്ഛന്റെ പേര് കൃഷ്ണൻ, അമ്മയുടെ പേര് മീരയുമാണെങ്കിൽ കുട്ടി കൃമിയാകും. എന്ത് പേരിടും? എന്ത് പേരിടും? എന്ത് പേരിടും? പറയൂ. തകൃതിയായിട്ട് ചർച്ച നടക്കുകയാണ്. തർക്കം അവിടെ നിൽക്കട്ടെ. നമുക്ക് ആ കുട്ടിക്ക് എന്ത് പേരിടാൻ സാധിക്കും? ഓരോ വീട്ടിൽ ഓരോ മാതാപിതാക്കൾ ഓരോ കുട്ടികൾക്ക് ഓരോ പേരിടും. ഈ കുട്ടികൾക്ക് എന്ത് പേരിടും? തങ്കം, പൊന്നു, മുത്തേ, ചക്കര, വാവേ, തൊട്ടു, എടുക്കു, എന്തെല്ലാം ശാപം കിട്ടുന്ന പേരുകൾ. പക്ഷേ ഈ വീട്ടിലെ മാതാപിതാക്കൾ ഈ കുട്ടികളെ എന്ത് പേര് വിളിക്കും? എന്ത് പേര് വിളിച്ച് അവരെ ഉറക്കും? പാലോലം പാട്ടോ മുത്തേ, അമ്മിഞ്ഞ പാലോ മുത്തേ, അച്ഛന്റെ നെഞ്ചിലുറങ്ങാൻ കൊതിയോ മുത്തേ. അച്ഛന്റെ മടിയിലിരുന്ന് കൊഞ്ചും കഥ കേട്ടുമയങ്ങ്, ഉണരുമ്പോൾ പീപ്പി തരാം ഞാൻ കണ്ണേ മുത്തേ. പാലോലം പാട്ടോ മുത്തേ, അമ്മിഞ്ഞ പാലോ മുത്തേ, അച്ഛന്റെ നെഞ്ചിലുറങ്ങാൻ കൊതിയോ മുത്തേ. അച്ഛന്റെ മടിയിലിരുന്ന് കൊഞ്ചും കഥ കേട്ടുമയങ്ങ്, ഉണരുമ്പോൾ പീപ്പി തരാം ഞാൻ കണ്ണേ മുത്തേ.
ചെറുപുഞ്ചിരിയും തേൻമൊഴിയാണമ്മയ്ക്ക് അച്ഛനും മോൾക്കും അമ്മ പിരിയാത്തൊരു കൂട്ടല്ലേ. അച്ഛന്റെ കള്ളച്ചിരിയും മാറത്തൊരു കാക്കപ്പുള്ളി കരുമാടിക്കുട്ടൻ കള്ളൻ മോളെ നിൻ പൊന്നച്ഛൻ. ചുണ്ടിൽ ചെറുപുഞ്ചിരിയും തേൻമൊഴിയാണമ്മയ്ക്ക് അച്ഛനും മോൾക്കും അമ്മ പിരിയാത്തൊരു കൂട്ടല്ലേ. അച്ഛന്റെ കള്ളച്ചിരിയും മാറത്തൊരു കാക്കപ്പുള്ളി കരുമാടിക്കുട്ടൻ കള്ളൻ മോളെ നിൻ പൊന്നച്ഛൻ. പാലോലം പാട്ടോ മുത്തേ അമ്മിഞ്ഞ പാലോ മുത്തേ അച്ഛന്റെ നെഞ്ചിലുറങ്ങാൻ കൊതിയോ മുത്തേ. അച്ഛന്റെ മടിയിലിരുന്ന് കൊഞ്ചും കഥ കേട്ടുമയങ്ങ് ഉണരുമ്പോൾ പീപ്പി തരാം ഞാൻ കണ്ണേ മുത്തേ. പൊന്നില്ലാതെന്തിനു പെണ്ണ് പലരും ചിലരന്നു പറഞ്ഞു. ഒരു മഞ്ഞച്ചരടിൽ താലി മുത്തേ നിന്നമ്മയ്ക്ക്. ശ്രീധരമായ അച്ഛനു നൽകാൻ നീയാണെൻ പൊന്നും പണവും അച്ഛനൊരു ചക്കരയുമ്മ അമ്മയ്ക്കൊരു പൊന്നുമ്മ. പൊന്നില്ലാതെന്തിനു പെണ്ണ് പലരും ചിലരന്നു പറഞ്ഞു. ഒരു മഞ്ഞച്ചരടിൽ താലി മുത്തേ നിന്നമ്മയ്ക്ക്. ശ്രീധരമായ അച്ഛനു നൽകാൻ നീയാണെൻ പൊന്നും പണവും അച്ഛനൊരു ചക്കരയുമ്മ അമ്മയ്ക്കൊരു പൊന്നുമ്മ. ആലോലം പാട്ടോ മുത്തേ അമ്മിഞ്ഞ പാലോ മുത്തേ അച്ഛന്റെ നെഞ്ചിലുറങ്ങാൻ കൊതിയോ മുത്തേ. അച്ഛന്റെ മടിയിലിരുന്ന് കൊഞ്ചും കഥ കേട്ടുമയങ്ങ് ഉണരുമ്പോൾ പീപ്പി തരാം ഞാൻ കണ്ണേ മുത്തേ. പ്രിയമുള്ളവരെ, കൊറിയയിലുള്ള കറിയാവിട ചെറിയ മുറിക്ക് മുന്നിൽ കുറിയും തൊട്ട് കുറ്റിപ്പിടിയും വലിച്ച് ഒരു കുറിയ മനുഷ്യൻ വന്നു നിൽക്കുന്നു. ആരാണ് ഈ വിറ കൊണ്ട് നിൽക്കുന്ന കുറിയ മനുഷ്യൻ? അത് മറ്റാരുമല്ല, ആധുനിക ഡ്രൈവിംഗ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പണ്ഡിതനും പാണ്ഡിത്യക്കുമുള്ള വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കളരികുരുക്കളുടെ വർഗത്തിൽപ്പെട്ട തച്ചോളി മച്ചാൻ പറയുക ചേകവരുടെ പ്രധാന ശിഷ്യൻ പാലാട്ടച്ചാർ ഗുരുക്കൾ. ചേകവനെ കണ്ടതും കറിയെ ഞെട്ടി. അത് കണ്ട് ചേകവൻ ഞെട്ടി. അവസാനം കറിയവിടെ തോളിത്തട്ടി ചേകവൻ ചോദിച്ചു, എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണ് പാലാട്ട് അച്ചാർ ഗുരുക്കൾ. കേട്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. എന്നാ കേട്ടു. ഡയന രാജകുമാരിയുടെ ഡ്രൈവറെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതാരാ? ഈ ഞാനാ. ടൈറ്റാനിക് കപ്പലിന്റെ കപ്പിത്താരെ കപ്പലോടിക്കാൻ പഠിപ്പിച്ചതാരാ? ഈ ഞാനാ. തീർന്നില്ല. കടലുണ്ടി പാലത്തിന് പെക്കോന്ന് വെള്ളത്തിൽ വീണ ട്രെയിനിന്റെ ഡ്രൈവറെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതാരാ? അല്ല, ഈ ഞാനാ. എന്തിനധികം പറയുന്നു? പെഞ്ചകളിൽ ഇടിച്ചു കയറിയ പ്ലെയിനിന്റെ ഡ്രൈവറെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതും ഈ ഞാനാ. പാലാട്ടച്ചാർ ഗുരുക്കൾ. സിസ്റ്റർമാരെ, ഗുരുക്കളെ, നമുക്ക് ഡ്രൈവിംഗ് അഭ്യാസം തുടങ്ങാം. ആദ്യമായി കൈയെത്തുന്നിടത്ത് കാശയും കാശെത്തുന്നിടത്ത് കണ്ണും അതടിച്ചു മാറ്റാനുള്ള മനസ്സുണ്ടെങ്കിൽ ആർക്കും ഡ്രൈവിംഗ് പിടിക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞതല്ല, പിന്നെ ആര് പറഞ്ഞതാ? വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്റെ അനിയൻ ലെഫ്റ്റ് സഹോദരന്മാർ പറഞ്ഞാണ്. അതുകൊണ്ട് അവർക്കൊരു ദക്ഷിണ വെച്ച് അവരെ പുറംകാലിന് തൊഴിച്ച് നമുക്ക് പഠനം ആരംഭിക്കാം. ഡ്രൈവിംഗ് എന്ന അഭ്യാസം പഠിക്കാം. ശരി ഗുരുക്കളെ. ശിഷ്യന്മാരെ, ഞാനൊരു കരളി ആസാനായതുകൊണ്ട് കരളി മുറയിൽ തന്നെ നമുക്ക് അഭ്യാസം പഠിക്കാം.
എല്ലാവരും സീറ്റിൽ ഞെരിഞ്ഞമർന്നിരുന്ന് ബ്രേക്കിലും ക്ലച്ചിലും കാല് കൊടുത്ത് ഓതിരക്കടകം മറിഞ്ഞ് സ്റ്റിയറിംഗ് പിടിച്ച് ഞെരിഞ്ഞമർന്ന് ഫോണിലൊന്ന് ഞെക്കി വളഞ്ഞു തിരിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഊഴിക്കടകം പറത്തി വണ്ടി മുന്നോട്ടെടുത്ത് കട്ടറി ചാടിച്ച് ഇടംപേരി പഴംപൂരി വെട്ടിച്ച് ആക്സിലേറ്ററിൽ കാല് കൊടുത്ത് അങ്കത്തെടുപ്പ് കാണിച്ച് എതിരെ വരുന്ന വണ്ടിയുടെ പള്ളക്കെന്ന് പൊട്ടിച്ച് ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് കാരണം പറഞ്ഞ് നാടു റോഡിൽ നാടുവടിച്ച് വീണ് ചാടി എഴുന്നേറ്റ് വണ്ടി കയറി വീണ്ടും വണ്ടി എടുത്ത് എന്റെ കളരിക്കാർ പരമ്പര കുഞ്ഞുങ്ങളെ ഇടതുകാൽ വലുത് വെച്ച് വലുതുകാൽ ഇടത് വെച്ച് ഓടി മാറി ചവിട്ടി പിടിച്ച് ഡോർ തുറന്ന് ഡോറിന്റെ പിടി കയ്യിലിരുന്ന് ഞെരിഞ്ഞമർന്ന് കുളിച്ച് വിയർത്ത് അകത്ത് കയറി വീട്ടിൽ കയറി ഇരുന്നമർന്ന് താക്കോൽ തുളയിലിട്ട് കാല് വിരിച്ച് വരച്ചു വെച്ച് വലത് കാല് ക്ലച്ചിലും ഇടത് കാല് ഇഷ്ടമുള്ളിടത്തും കുത്തി ഇടംപിരി വലംപിരി പിരിഞ്ഞ് ഇടത് കൈ കൊണ്ട് ഗിയർ തട്ടി മാറ്റി ഇടത് മാറി വലത് മാറി മുന്നോട്ടെടുത്ത് ഇടത് മാറി പിന്നെയും വലത് മാറി ചെറിയ കട്ടർ കഴിഞ്ഞ് വലിയ കട്ടറിൽ ചാടി ജാക്കി വെച്ച് പൊക്കി വീണ്ടും പാഞ്ഞ് ഊറിപ്പോകുമ്പോൾ ഇടത് മാറി പാത്തേത് കൈ കാണിച്ച് വിരട്ടുന്ന ചെക്കിംഗ് ഇൻസ്പെക്ടറെ കാണുമ്പോൾ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ബുക്കും പേപ്പറും കയ്യിലെടുത്ത് ഞെരിഞ്ഞമർന്ന് താഴെ ഇറങ്ങി 500 നോട്ടെടുത്ത് കട്ടായിട്ട് വളക്കി ബുക്കിന്റെ ഉള്ളിൽ തിരികെ വെച്ച് കൈ രണ്ട് തൊഴുത് പിടിച്ച് ഒരു കൈ കൊണ്ട് ലാത്തിക്ക് തട്ടി മാറ്റിക്കൊണ്ട് പോക്കറ്റിൽ കാശ് തിരികെ രക്ഷിക്കളെ എന്ന് 3 തവണ ഉരുവിട്ട് രക്ഷപ്പെട്ട് ബുക്കും പേപ്പറും ഇല്ലെങ്കിൽ വണ്ടിയിൽ കയറി ഏതെങ്കിലും കായലിൽ ചാടി ആത്മഹത്യ ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഡ്രൈവിംഗ് കളരി ആശാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ അതോ ആശാന്റെ പരിശീലന മുറകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. കറിയുടെ മകൾ മറിയുടെ മനസ്സിൽ ഒരു ഡ്രൈവിംഗ് മോഹം പൊട്ടിമുളച്ചു. അവൾ അപ്പനറിയാതെ ആശാന്റെ കീഴിൽ ചുളിവിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള ആഗ്രഹം ആശാൻ അറിയിച്ചു. ആശാൻ അവൾക്ക് ശിഷ്യത്വം കൊടുക്കാൻ തീരുമാനിച്ചു. അവൾ ദക്ഷിണ വെച്ചു. ആശാൻ അവൾക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചു. ഈ ഡ്രൈവിംഗ് പഠനത്തിനിടയിൽ അവൾ പ്രേമത്തിന്റെ ഗിയർ കൈമാറി. ആക്സിലേറ്റർ കാലമർത്തി. അവരുടെ പ്രേമം ഗട്ടറിൽ ചാടി ഇടങ്ങേർ റൂട്ടിലോട് 100-ൽ പാഞ്ഞു. പല പല വെഹിക്കിൾ ഇൻസ്പെക്ടറുമായി കൈ കാണിച്ചെങ്കിലും അവരുടെ പ്രണയമകനം ഒരിടത്തും നിർത്തിയില്ല. അത് 3-6 വഴി കൊടൈക്കനാലിലേക്കും അവിടെ നിന്ന് ഊട്ടിയിലേക്കും അവിടെ നിന്ന് പല പല സ്പോട്ടിലേക്കും ചൊറി പാഞ്ഞു. പാവാട പ്രായമാണ് പെണ്ണേ, നിന്നെ തൊട്ടാലോ പൊട്ടുന്ന പ്രായം. പാവാട പ്രായമാണ് പെണ്ണേ, നിന്നെ തൊട്ടാലോ പൊട്ടുന്ന പ്രായം. പാവമാണ് ഞാനെന്നും കണ്ണേ, കടക്കണ്ണ് കാട്ടി മയക്കല്ലേ പെണ്ണേ പെണ്ണേ. പാവമാണ് ഞാനെന്നും കണ്ണേ, കടക്കണ്ണ് കാട്ടി മയക്കല്ലേ പെണ്ണേ പെണ്ണേ. കൂടിയ കവലയിൽ ഞാൻ 4 മണിക്ക് നിൽക്കുമ്പം നാണം കുണിങ്ങി നീ നടന്ന് പോകുമെന്റെ ഓമനെ. 4 കൂടിയ കവലയിൽ ഞാൻ 4 മണിക്ക് നിൽക്കുമ്പം നാണം കുണിങ്ങി നീ നടന്ന് പോകുമെന്റെ ഓമനെ. കൂട്ടുകാരുടെ കൂട്ടം കൂടി വഴി നടന്ന് പോകുമ്പം ഏറ് കണ്ണിട്ടെന്നെ നോക്കി പുഞ്ചിരിച്ചവളല്ലേ നീ. കൂട്ടുകാരുടെ കൂട്ടം കൂടി വഴി നടന്ന് പോകുമ്പം ഏറ് കണ്ണിട്ടെന്നെ നോക്കി പുഞ്ചിരിച്ചവളല്ലേ നീ, പുഞ്ചിരിച്ചവളല്ലേ നീ. കൂട്ടുകാരുടെ പരിഹാസങ്ങൾ പലവട്ടം കേട്ടു ഞാൻ. പെണ്ണിനോടൊന്നിഷ്ടം കൂടാൻ കാത്തു കാത്തു നിന്നു ഞാൻ. കൂട്ടുകാരുടെ പരിഹാസങ്ങൾ പലവട്ടം കേട്ടു ഞാൻ. പെണ്ണിനോടൊന്നിഷ്ടം കൂടാൻ കാത്തു കാത്തു നിന്നു ഞാൻ. നെറ്റിമേലെ പൊട്ടു തൊട്ട് മുടി 2 പിന്നിയിട്ട് മൂക്കു
കുത്തി കമ്മലിട്ട് പോകും പെണ്ണെ നിന്നാട്ടെ. നെറ്റിമേലെ പൊട്ട് തൊട്ട് മുടി രണ്ടായി പിന്നിയിട്ട് മൂക്ക് കുത്തി കമ്മലിട്ട് പോകും പെണ്ണെ നിന്നാട്ടെ. കാര്യങ്ങൾ ചൊല്ലട്ടെ, പാവാട പ്രായമാണ് പെണ്ണേ, നിന്നെ തൊട്ടാലോ പൊട്ടുന്ന പ്രായം. പാവമാണ് ഞാനെന്നും കണ്ണേ, കടക്കണ്ണ് കാട്ടി മയക്കല്ലേ പെണ്ണേ, പെണ്ണേ. പാവാട പ്രായമാണ് പെണ്ണേ, നിന്നെ തൊട്ടാലോ പൊട്ടുന്ന പ്രായം. പാവമാണ് ഞാനെന്നും കണ്ണേ, കടക്കണ്ണ് കാട്ടി മയക്കല്ലേ പെണ്ണേ, പെണ്ണേ. പ്രിയമുള്ളവരെ, ഒരാഴ്ചത്തെ ടൂർ കഴിഞ്ഞ് മറിയ വീട്ടിലെത്തിയപ്പോൾ സ്വന്തം വീട്ടിൽ ആരുമില്ല. തന്റെ അപ്പനും മമ്മി എവിടെ പോയി? തന്റെ കുഞ്ഞനെത്തി എവിടെ പോയി? ആരെയും കാണുന്നില്ല. Who is the black sheep? എവിടെ പോയി? ഈ ആളുകളൊക്കെ എവിടെ പോയി? പറയൂ, എല്ലാവരും എവിടെ പോയി? എല്ലാവരും നിന്റെയൊക്കെ കഥ കേട്ട് വീട്ടിൽ പോയി. അയ്യോ, ഇനി മിണ്ടരുത്. നിന്റെയൊക്കെ കഥ തീരാൻ ഇനി എത്ര സമയം വേണ്ടി വരും? 1 മണിക്കൂർ കൂടി ഉണ്ടെങ്കിൽ നേരം വിളക്കുമായിരിക്കുമല്ലേ? അതല്ല ചോ, 1 മണിക്കൂർ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കഥ പറഞ്ഞു നിർത്തേക്കാം. ഇന്നലെ രാത്രി 9 മണിക്ക് തുടങ്ങിയ കഥയാണ്. ഇപ്പോൾ സമയം 4:30 മണിയായി. ഇനി കഥ പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ അവസാനിപ്പിക്കും. മാത്രമല്ല, എനിക്ക് 5:30ക്കുള്ള കുർബാന തുടങ്ങാൻ സമയമായി. ഞങ്ങൾ എന്ത് വേണമെന്ന് അച്ഛൻ പറഞ്ഞാൽ മതി. ആ മണിയോട് പറയൂ സ്റ്റേജിന്റെ പുറകിലേക്ക് ചെല്ലാൻ. ഏതോ ചാനലുകാർ ഷൂട്ട് ആൻഡ് ഷൂട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മണി എപ്പോഴേ പോയി? എങ്ങോട്ട്? പുറകിലേക്ക്. നമസ്കാരം. നമസ്കാരം. താങ്കളോട് എന്ത് ചോദിച്ചാലും മണികൂട്ടി മണിയായി സംസാരിക്കുന്നു കേട്ടിട്ടുണ്ട്. താങ്കളുടെ പേര്? മണി. ഓഹോ, മണി. ഓ മണിയല്ല, കലാഭവൻ മണി. ഓ, ഇഷ്ടപ്പെട്ട നടന്മാർ? മണിയമ്പിള്ള രാജു, മണിവർണ്ണൻ, കൗണ്ടർ മണി. ഇഷ്ടപ്പെട്ട ഡയറക്ടർ? മണിരത്നം, പിന്നെ ക്രോസ് ബെൽറ്റ് മണി. പ്രൊഡ്യൂസർ? എം മണി, യവർഷം മണി. ഇഷ്ടപ്പെട്ട നടികൾ? എല്ലാ നടികളും എന്റെ കൺമണികളാണല്ലോ. എടാ കള്ള, അപ്പൊ ഏറ്റവും നല്ല ആഹാരം? നെൽമണി ചോറും മണിപ്പുട്ടും. ഏതെല്ലാം സ്ഥലങ്ങളിൽ മണി പോയിട്ടുണ്ട്? മണിപ്പൂർ, മണിപ്പാൽ, മണിമല. ഹോബി? മണിയടി. ഇഷ്ടപ്പെടാത്ത കാര്യം? മണി തെറ്റിച്ചു വരുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ താമസിച്ചാണ് വന്നത്. ഓരോ മണിക്കൂറിന് അതിന്റേതായ വിലയുണ്ട്. അതൊക്കെ. ഇഷ്ടപ്പെട്ട വ്യക്തി? മണിച്ചൻ. ഇഷ്ടപ്പെട്ട സിനിമ? മണിയറ, മണിച്ചിത്രത്താഴ്, മണിച്ചപ്പ് തുറന്നപ്പോൾ, മണിമുത്തൂരിൽ 1000 ശിവരാത്രികൾ, പിന്നെ അങ്ങനെ. ഇഷ്ടപ്പെട്ട ഗായകൻ? വീരമണി. ഇഷ്ടപ്പെട്ട ദൈവം? വീരമണി കണ്ടൻ. മൈ ഗാഡ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ? മണിയഞ്ചട്ടിക്ക് മണികം മിഠായി, മണിമുറ്റത്താ മണിപ്പന്തൽ, പിന്നെ അങ്ങനെ. വണ്ടർഫുൾ. വീട്ടുപേര്? മണിക്കൂടാരം. ഇഷ്ടപ്പെട്ട കാർ? മണിക്കാർ. ഇത് സെന്നാണല്ലോ. മണിയുടെ കാർ എന്നല്ലേ പറയൂ? അതെ. മണിയുടെ മോളുടെ പേര് ലക്ഷ്മി എന്നല്ലേ? പേരിലൊക്കെ എന്തിരിക്കുന്നു? അവൾ എന്റെ കണ്ണിലെ കൃഷ്ണമണിയല്ലേ? അതെ. മകളുടെ പേര് സമ്പാദ്യം വല്ലതുണ്ടോ? മണിബാഗ് പദ്ധതി. ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ? രാജാമണി. ഇഷ്ടപ്പെട്ട പഴഞ്ചൊല്ല്? പൂച്ചക്കാര് മണികെട്ടും. ഗുഡ്. ഇഷ്ടപ്പെട്ട ശബ്ദം? മണിശബ്ദം, പള്ളിമണി, അമ്പലമണി, സ്കൂൾ മണി, പിന്നെ ഐശാരിന് മണി. രാഷ്ട്രീയ നേതാവോ? മണിശങ്കരയ്യർ. ഇഷ്ടപ്പെട്ട പൂവ്? 4 മണിപ്പൂവ്. ഇഷ്ടപ്പെട്ട പുസ്തകം? ചിന്താമണി. ഇഷ്ടപ്പെട്ട പത്രം? തമിഴിലെ ദിനമണി. മണി എന്താണ് എപ്പോഴും റേഡിയോ കൊണ്ട് നടക്കുന്നത്? 5 മണിക്ക് വെൺമണി വിഷന്റെ വാർത്തയുണ്ട്. ഓഹോ, മണിക്ക് പ്രശസ്തി വല്ലതും കിട്ടുവാൻ എന്ത് ചെയ്യും? കൈമണി കൊടുക്കും. ഇഷ്ടപ്പെട്ട ജീവി? മണിയനീച്ച. എപ്പോഴും കിട്ടാൻ ആഗ്രഹിക്കുന്നത്? മണി ഓർഡർ. ഏറ്റവും പേടിക്കുന്നത്? മരണമണിയാ. ഇഷ്ടപ്പെട്ട തിരക്കഥാകൃത്തോ? മണി ഷൊർണൂർ. സമനില തെറ്റുന്നപ്പോഴാണ്? തരണി മണികളെ കാണുമ്പോൾ. ഇഷ്ടപ്പെട്ട ആഘോഷം? മോടെ ബർത്ത്ഡേ സെറിമണി. ഉറക്കത്തിൽ ശല്യം ചെയ്യുന്നത്? ടെലിഫോൺ മണി. ഉറങ്ങുന്നത് എപ്പോഴാ? 10 മണി. എഴുന്നേക്കുന്നതോ? 5 മണി. ഇപ്പൊ മണി എത്രയായി? 8 മണി. ഓഹോ, അപ്പോൾ താങ്കളുടെ പേരെന്താണെന്ന് പറഞ്ഞത്? പ്രാന്താണല്ലേ? കലാഭവൻ മണി. കള്ളക്കരിമ്പൂച്ചേ, പണ്ടാര പൂച്ചേ, നീ ചാടി പിടിക്കല്ലേ കേടിപ്പൂച്ചേ. കാണുമ്പോഴേക്കും നീ ആക്രാന്തം കാട്ടല്ലേ, നല്ലോണം നിന്നാ ഞാൻ പിന്നെയും തരാം. കള്ളക്കരിമ്പൂച്ചേ, പണ്ടാര പൂച്ചേ, നീ ചാടി പിടിക്കല്ലേ കേടിപ്പൂച്ചേ. കാണുമ്പോഴേക്കും നീ ആക്രാന്തം കാട്ടല്ലേ, നല്ലോണം നിന്നാ ഞാൻ പിന്നെയും തരാം. നെയ്യുള്ള മീനാടാ, മുള്ളില്ല മീനാടാ, പച്ചക്കി വെച്ചാലും തിന്നാം പൂച്ചേ. ചട്ടി തുറന്നു കടിച്ചു വലിക്കല്ലേ, കയ്യുമ്മ കൊത്തും ഞാൻ കള്ളപ്പൂച്ചേ. നെയ്യുള്ള മീനാടാ, മുള്ളില്ല മീനാടാ, പച്ചക്കി വെച്ചാലും തിന്നാം പൂച്ചേ. ചട്ടി തുറന്നു കടിച്ചു വലിക്കല്ലേ, കയ്യുമ്മ കൊത്തും ഞാൻ കള്ളപ്പൂച്ചേ. അടക്കമരത്തിലും തെങ്ങുമ്മ കേറാനും
കട്ടപ്പനക്കാരൻ കുട്ടപ്പൻ ചേട്ടന്റെ കെട്ടിയോളനോട് വേണ്ട പൂച്ചേ മൂക്കത്തിരിക്കുന്ന ഈ ചേലിം വെട്ടുന്ന കെട്ടോതൊരു തിരി കട്ടിയ പൂച്ചേ കട്ടപ്പനക്കാരൻ കുട്ടപ്പൻ ചേട്ടന്റെ കെട്ടിയോളനോട് വേണ്ട പൂച്ചേ മൂക്കത്തിരിക്കുന്ന ഈ ചേലിം വെട്ടുന്ന കെട്ടോതൊരു തിരി കട്ടിയ പൂച്ചേ തപ്പി പിടിച്ചാലും ചൂണ്ടി പിടിച്ചാലും എണ്ണി വഴുക്കുമ്പോനാണോ പൂച്ചേ കൊട്ടേ കിടക്കൂല വട്ടിയിലും കൊള്ളൂല പള്ളാത്തി മീനിന്റെ പോലെ പൂച്ചേ തപ്പി പിടിച്ചാലും ചൂണ്ടി പിടിച്ചാലും എണ്ണി വഴുക്കുമ്പോനാണോ പൂച്ചേ കൊട്ടേ കിടക്കൂല വട്ടിയിലും കൊള്ളൂല പള്ളാത്തി മീനിന്റെ പോലെ പൂച്ചേ കള്ളകരിമ്പൂച്ചേ പണ്ടാര പൂച്ചേ നീ ചാടി പിടിക്കല്ലേ കേടി പൂച്ചേ കാണുമ്പോഴേക്കും നീ ആക്രാന്തം കാട്ടല്ലേ നല്ലോണം നിന്നാ ഞാൻ പിന്നെയും തരാം കള്ളകരിമ്പൂച്ചേ പണ്ടാര പൂച്ചേ നീ ചാടി പിടിക്കല്ലേ കേടി പൂച്ചേ കാണുമ്പോഴേക്കും നീ ആക്രാന്തം കാട്ടല്ലേ നല്ലോണം നിന്നാ ഞാൻ പിന്നെയും തരാം കലാഭവൻ മണിയോടൊപ്പം ഈ കാസറ്റിൽ പങ്കെടുത്തവർ സാജൻ പള്ളുരുത്തി, കോട്ടയം സോമരാജ്, കോട്ടയം വില്യംസ്, ഹരിശ്രീ മാർട്ടിൻ, ഷിജു അഞ്ചുമന ആൻഡ് സലിം തൃശൂർ. ഗാനരചന അറുമുഖം വെങ്കിടങ്ങ്, ലാൽ അങ്കമാലി, സുപ്പി ചാലക്കുടി ആൻഡ് സജീവൻ കലാഭവൻ. സംഗീത സംവിധാനം സിദ്ധാർത്ഥ വിജയൻ.